വെച്ച് കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ഖബറിൽ നിന്ന് എന്നെയും നിങ്ങളെയും നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കൊണ്ടുവരും. അവിടെ വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ കരുണയില്ലാതെ കടക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ 5 വഖത്തിന് ശേഷവും ഞാൻ നിങ്ങളും ഓതി വരാം. അതിന്റെ അർത്ഥം എന്താ? ബിസ്മില്ലാ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അർ-റഹ്മാനിർ റഹീം. ഈ ലോകത്ത് കരുണ ചെയ്യും, ഈ ലോകത്ത് ഗുണം ചെയ്യുന്നവർക്കും ഗുണം ചെയ്യാത്തവർക്കും കരുണ ചെയ്യുന്ന അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും റബ്ബിൽ ആലമീൻ, ഈ ലോകത്തിന്റെ എല്ലാമാകുന്ന നമ്മളെ പടച്ച തമ്പുരാനാണ് സ്തുതിയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അർ-റഹ്മാനിർ റഹീം. അല്ലാഹുവേ നിനക്കാണ് കരുണ, നീയാണ് കരുണ ചെയ്യുന്നതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അപ്പൊ ഞാൻ പറയുന്നത് അല്ലാഹു എന്നാൽ കരുണ ചെയ്യുന്നവൻ, അല്ലാഹു എന്നാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നവരാ. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മൾ നിന്ന് വിട പറയുമ്പോ ഈ റമളാനിലെ ആദ്യത്തെ 10 അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറുപ്പിച്ചെടുക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അദഭാഗ്യവാനാരാ? മഹാനാകുന്ന ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം കടന്നു വന്നിട്ട് അവരുടെ പാപങ്ങൾ പൊറുപ്പിച്ചെടുത്തില്ലെങ്കിൽ അവരാണ് ഏറ്റവും വലിയ അദഭാഗ്യവാനെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നൊരു ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട ഒരു വലിയൊരു മഹാനവറുകള് 500 വർഷത്തോളം ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് ഇബാദത്ത് ചെയ്തു. അള്ളാഹുവിന്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന, കരുണയെ സൂചിപ്പിക്കുന്ന ഒരു മനോഹരമാകുന്ന ഒരു ഗുണപാഠമുള്ള ഒരു ചരിത്രമാണ്. ഇപ്പോ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോ, ഖുർആൻ ഓതുമ്പോ നമ്മുടെ ചാരത്തേക്ക് നമ്മുടെ മക്കൾ വന്നുകൊണ്ട് അതിങ്ങനെ തടസ്സപ്പെടുത്താറുണ്ട്. നിങ്ങളൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതുമ്പോ, അല്ലെങ്കിൽ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുമ്പോ, നിസ്കരിക്കുമ്പോ ആ സമയത്ത് നമ്മളെ ഇടങ്ങേറാക്കാൻ വേണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ ബന്ധുമിത്രാദികളോ ആരെങ്കിലും ഒക്കെ ആ ഇബാദത്തിൽ നിന്ന് തടസ്സം വരുന്ന രീതിയിൽ പല ആളുകളും കടന്നു വരാറുണ്ട്. എന്നാൽ തന്റെ ഇബാദത്തിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടി ഒരു വലിയൊരു മഹാനവറുകള് ഒരു കടലിന്റെ നടുവിൽ ഒരു വലിയൊരു മലയുടെ മുകളിലേക്ക് കയറുകയാ. ഈ പറയുന്ന മഹാനവറുകൾ ഒരു മലയുടെ മുകളിലേക്ക് കയറുകയാ. എന്നിട്ടതാ 500 വർഷമുണ്ടല്ലോ ഇബാദത്ത് ചെയ്യുകയാ. അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. വർഷത്തോളം നിന്റെ ചാരത്തേക്ക് ഞാനുണ്ടല്ലോ, ഇബാദത്ത് ചെയ്തു. അല്ലാ പൊറുത്തു തരണേ, അല്ലാ കരുണ തരണേ, അല്ലാ റഹ്മത്ത് തരണേ, അല്ലാ. മലയുടെ മുകളിലേക്ക് കയറുകയാ. 500 വർഷത്തോളം ഇബാദത്ത് ചെയ്യുകയാ. അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ ഞാനെങ്ങാനും മരിച്ചുപോയാൽ എന്നെ സുജൂദില് മരിപ്പിക്കണേ അല്ലാ, നമസ്കാരത്തില് മരിപ്പിക്കണേ അല്ലാ. ഞാനെങ്ങാനും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ എന്നെ നീ സുജൂദിലാക്കി മരിപ്പിക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഈ വലിയൊരു മഹാനവറുകള് ദുആ ചെയ്തു. അല്ലേ? ഇപ്പൊ എന്റെ നിങ്ങളുടെയും ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് മരിക്കണം, നിസ്കരിക്കുന്ന സമയത്ത് മരിക്കണം. എത്രയോ ആളുകൾ മദീനത്ത് പോകുന്നു, മക്കത്ത് പോകുന്നു, എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുന്ന എത്രയോ സാധുക്കളുണ്ട്. അല്ലാഹു നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകൾ പറയും, ഉസ്താദേ ഖുർആൻ ഓതുമ്പോൾ
മരിക്കാൻ ആഗ്രഹമുണ്ട്. എന്താണ്? ഖുർആൻ ഓതുമ്പോൾ മരിക്കാൻ ആഗ്രഹമുണ്ട്, ദിക്ർ ചൊല്ലുമ്പോൾ മരിക്കാൻ ആഗ്രഹമുണ്ട്, സലാത്ത് ചൊല്ലുമ്പോൾ മരിക്കാൻ ആഗ്രഹമുണ്ട്, അറിവിന്റെ സദസ്സിലിരിക്കുമ്പോൾ മരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന എത്രയോ പേരാ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏകദേശം ഒരു 2.5-3 കൊല്ലം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു സഹോദരൻ മുസ്ലിമാ തിയേറ്ററിന്റെ അകത്തിരുന്നു കൊണ്ടാ മരണപ്പെട്ടത്. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഈമാനുള്ള നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മലയുടെ മുകളിൽ കയറിയിരിക്കുന്ന ഞാൻ പറഞ്ഞു മരണം ഏത് സമയത്ത് കടന്നു വരാം. ഈ ഒരു സദസ്സ് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഈ സദസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാലോട്ട് പള്ളിയുടെ മഹലിലെ വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്ന് ഒരാൾക്കും തീരുമാനിക്കേണ്ട. കാരണം അസ്റായീൽ ഏത് സമയത്താണ് കടന്നു വരുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയും. അല്ലാഹു നല്ല മരണം അല്ലാഹു നൽകി ഈമാനുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ 500 വർഷം ഇബാദത്ത് ചെയ്ത ഈ ഒരു വലിയൊരു മഹാനവറുകള് ഈ മലയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹ് എന്നെ മരിപ്പിക്കുമ്പോ നീ സുജൂദിൽ കിടത്തിയിട്ട് മരിപ്പിക്കണേ അല്ലാ. അങ്ങനെ 500 വർഷം എന്റെ പ്രിയമുള്ളവരെ വിട പറയുമ്പോ അസ്റായീൽ കടന്നു വരികയാ. ഈ പറയുന്ന വലിയൊരു മഹാന്റെ ചാരത്തേക്ക് അസ്റായീൽ കടന്നു വരികയാ. എന്നിട്ടതാ റൂഹ് പിടിക്കുകയാ, റൂഹ് കൊണ്ടുപോവുകയാ. മഹാനവറുകളെയുണ്ടല്ലോ കബറടക്കുകയാ. നിന്നുകൊണ്ട് പടച്ചവന്റെ പരലോകത്തേക്ക് കൊണ്ടുവരികയാ. എല്ലാവരും പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരികയാ. സ്വർഗമാണോ നരകമാണോ, നന്മയുടെ പ്രതിഫലമാണോ നന്മയുടെ പ്രതിഫലമാണോ, ഹൗദുൽ കൗസറാണോ അർശിന്റെ തണലാണോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ ഈ പറയുന്ന വലിയൊരു മഹാനയുണ്ടല്ലോ, 500 വർഷം ഇബാദത്ത് ചെയ്ത മഹാന അല്ലാഹുവിന്റെ ചാരത്തേക്ക് കൊണ്ടുവരികയാ. അല്ലാഹുവോട് പറയുകയാ, അല്ലാഹ് നിന്റെ കരുണ കൊണ്ട് സ്വർഗം വേണ്ട അല്ലാഹ്. ഞാൻ ചെയ്ത നമസ്കാരം കൊണ്ട്, ഞാൻ പിടിച്ച നോമ്പ് കൊണ്ട്, ഞാൻ കൊടുത്ത സകാത്ത് കൊണ്ട്, ഞാൻ ചെയ്ത നന്മ കൊണ്ട് സ്വർഗം തരണേ അല്ലാഹ്, സ്വർഗം തരണേ അല്ലാഹ്. പടച്ചവനെ എനിക്ക് നീ സ്വർഗം തരണം, നിന്റെ കരുണ കൊണ്ട് സ്വർഗം തരണേ അല്ലാഹ്. ഇപ്പോ ഈ 500 വർഷം ഇബാദത്ത് ചെയ്ത മനുഷ്യനെയും എന്നെയും നിങ്ങളെയും എല്ലാം അള്ളാഹുവിന്റെ പരലോകത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു പടച്ച തമ്പുരാൻ എന്നെയും നിങ്ങളെയും എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ എന്റെ കരുണ കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ, എന്റെ കരുണ കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ. മഹാനവറുകൾ പറഞ്ഞു, നിന്റെ കരുണ കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണ്ട. ഞാൻ ഒരുപാട് ഇബാദത്ത് ചെയ്തവരാണ്, ഞാൻ ആ ചെയ്ത ഇബാദത്തിന്റെ പ്രതിഫലമായിട്ട് എന്നെ നീ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാനോട് പറഞ്ഞു. അല്ലെ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ ഉണ്ടാവും, നിസ്കാരത്തരമുണ്ടെങ്കിൽ ഹോജാൻ. നമ്മുടെ നാട്ടിൽ ചില ഉമ്മമാരുണ്ടാവും, കയ്യിലൊരു തസ്ബീഹ് മാല ഉണ്ടെങ്കിൽ പിന്നെ ഓരാണ് മുത്തക്കി, വേറെ ആരും നല്ലവരല്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ സ്നേഹത്തില് സാന്ദർഭികപരമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഒരാളെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല, ഒരാളെയും നമ്മൾ മോശപ്പെടുത്താൻ പാടില്ല, നമ്മൾ ഒരാളെയും ചീത്ത പറയാൻ പാടില്ല. ഇത് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം. ചില ആളുകളൊക്കെ ഉണ്ട്, ഏതെങ്കിലും ഒരു ചങ്ങാതി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോ കണ്ടില്ലേ, അവൻ ഇന്നലെ വരെ പള്ളിയിൽ വരാത്തവനാ, അവൻ ഇന്നലെ വരെ പള്ളിയിൽ പോകാത്തവനാ, ഇന്ന് കണ്ടില്ല അവൻ പള്ളിയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓരെ കളിയാക്കാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര്, നമ്മുടെ സഹോദരിമാരൊക്കെ ഇന്നലെ വരെ ടിവിയും സിനിമയും സീരിയലും കണ്ട് നടന്നവരുണ്ടാവും. പക്ഷെ ഇന്ന് റമദാനിന്റെ പിറ കാണുമ്പോ അല്ലെങ്കിൽ റമദാൻ മാസം കിടക്കുമ്പോ ഓരൊക്കെ അൽഹംദുലില്ലാഹ് ഖുർആൻ പാരായണം കേൾക്കും, ഖുർആൻ ഓതും, അത് ഖിറാഅത്ത് ചെയ്യും, മക്കൾക്ക് ഖുർആൻ ഓതി കൊടുക്കും, ദിക്ർ ചൊല്ലും,
സ്വലാത്ത് ചൊല്ലും, ദുഹാ നിസ്കരിക്കും. ഇതൊക്കെ നിസ്കരിക്കുമ്പോ ചിലപ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും, അമ്മായിയമ്മയ്ക്ക് സ്വന്തം മരുമകളോട് ഒരു തോന്നലുണ്ടാകും, അല്ലെങ്കിൽ മക്കൾക്ക് ഉമ്മയോടൊരു തോന്നലുണ്ടാകും, അല്ലെങ്കിൽ ഉമ്മാക്കും മക്കളോടൊരു തോന്നലുണ്ടാകും, അല്ലെങ്കിൽ അയൽവാസികൾക്ക് തമ്മിലൊരു തോന്നലുണ്ടാകും. കണ്ടില്ലേ, ഓൾ ഇന്നലെ വരെ എങ്ങനെ നടന്നവളാ, ഓൾ എല്ലാ ഹറാമുകളും ചെയ്തവളാ, കണ്ടവരുടെ കൂടെ നടന്നതാ, അല്ലെങ്കിൽ ഓള് സിനിമാ പാട്ടും കേട്ടുകൊണ്ട് നടന്നതാ, അല്ലെങ്കിൽ അവള് ദിക്ർ ചൊല്ലാതെ നടന്നതാ, നിസ്കരിക്കേണ്ട സമയത്ത് പോലും കറങ്ങി നടന്നവളാ. ഇന്ന് കണ്ടില്ലേ, റമദാൻ മാസം കടന്നു വന്നപ്പോ ഓൾ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, നന്മകൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. കാരണം അള്ളാഹു അവരുടെ ഹൃദയത്തിലേക്കാ നോക്കല്. അള്ളാഹു ഒരാളുടെ ശരീരത്തിലേക്ക് നോക്കൂല, നമ്മുടെ സൗന്ദര്യം നോക്കൂല, നമ്മുടെ വെളുപ്പ് നോക്കൂല, നമ്മുടെ കറുപ്പ് നോക്കൂല. അള്ളാഹു പടച്ച തമ്പുരാൻ നോക്കണത് നമ്മുടെ ഹൃദയത്തിലേക്കാ. അതുകൊണ്ട് പറയാ, നമ്മൾ ചിലപ്പോ ഈ ഒരു 11 മാസവും നമ്മൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഈ 11 മാസവും ഈ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിക്കകത്ത് കയറിയിട്ട് നമ്മൾ നിസ്കരിച്ചവരാകും, നമ്മുടെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതിയവരാകും. പക്ഷേ ചിലപ്പോ റമദാൻ മാസത്തിൽ മാത്രം വരുന്ന ചങ്ങാതി ഉണ്ടാകും പള്ളിയിൽ, ചിലപ്പോ റമദാൻ മാസത്തിൽ മാത്രം ഇരുന്ന് ഖുർആൻ ഓതുന്ന പാവപ്പെട്ട സഹോദരി ഉണ്ടാകും. ഞാൻ പറയാ, ചിലപ്പോ അള്ളാഹു പടച്ച തമ്പുരാൻ അവരുടെ ഖുർആനോത്തും അവരുടെ ദിക്റും അവരുടെ ദുആയായും സ്വീകരിക്കണത്. അപ്പൊ ഉസ്താദേ, ഞാൻ ഹജ്ജ് ചെയ്തല്ലേ ഉസ്താദേ, ഞാൻ ഉംറ ചെയ്തല്ലേ ഉസ്താദേ, ഞാൻ മസ്ജിദുൽ അഖ്സ കണ്ടല്ലേ ഉസ്താദേ, ഞാൻ ബൈത്തുൽ മുഖദ്ദിസിൽ പോയതല്ലേ ഉസ്താദേ എന്നൊന്നും പറഞ്ഞിട്ട് ഒരിക്കലും ഞാനും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടില്ല. ആ ചെയ്തു കൂട്ടിയ നന്മകൾ മുഴുവനും ചിലപ്പോ അള്ളാഹു പടച്ച തമ്പുരാൻ എടുത്തു കളയാം. ചില ആളുകളൊക്കെ ഉണ്ട്, പള്ളിക്ക് സദഖ കൊടുക്കും, പള്ളിക്ക് സദഖ കൊടുക്കും, സദഖ കൊടുത്തിട്ട് നേരെ പുറത്തിറങ്ങിയിട്ട് പറയും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒക്കെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് അൽഹംദുലില്ലാ പൈസ കൊടുക്കും. പൈസ കൊടുത്തതിന് ശേഷം പിന്നെ പുറത്തിറങ്ങിയിട്ട് ഞാൻ അത്ര കൊടുത്തു, ഞാൻ ഇത്ര കൊടുത്തു, ഞാൻ ഇത്ര സാധനങ്ങൾ പള്ളിക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അള്ളാഹു പടച്ച തമ്പുരാൻ നീ ആ കൊടുത്തതിന്റെ പ്രതിഫലം പോലും ചിലപ്പോൾ അള്ളാഹു എന്ത് ചെയ്യൂല, തരൂല. അള്ളാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകട്ടെ. ഇപ്പൊ നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ ഒരുപാട് പാവങ്ങൾ വന്ന് കൈനീട്ടും അല്ലേ? നമ്മുടെ വീടിന്റെ മുമ്പില് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തില് ഒരുപാട് പേര് വന്ന് കൈനീട്ടും. ചില ആളുകളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എന്ത് ചെയ്യണേ, റമദാൻ മാസം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2000 നോട്ട് എടുത്തിട്ട് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് ഒരു 5 രൂപയുടെ 2000 നോട്ട്, 2000 തികയുന്ന അത്രയും 5 നോട്ട് എടുത്തുകൊണ്ട് വരും. കൊണ്ടുവന്നിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, വരുന്നവർക്കൊക്കെ ഇതൊരു സക്കാത്തിന്റെ കണക്ക് അല്ലെ സദഖയുടെ പ്രതിഫലത്തിന് വേണ്ടി എന്ത് ചെയ്യുക, കൊടുത്തുകൊള്ളുക. അല്ലെ ചില ആളുകൾ 5 രൂപ പോലും കൊടുക്കൂല, 1 രൂപയൊക്കെ കൊടുക്കുന്ന ഇപ്പോഴും ആളുകളുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, കൊടുക്കുമ്പോ അൽഹംദുലില്ലാ നമ്മളെ കൊണ്ടുള്ള രീതിയിൽ കൊടുക്കാൻ കഴിയണം. ഞാൻ പറയുന്നത്, അള്ളാഹു പടച്ച തമ്പുരാൻ അദ്ദേഹത്തിനോട് പറയും, മോനെ നീ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക, അതെന്റെ കരുണ കൊണ്ട് പോയിക്കൊള്ളുക. അദ്ദേഹം പറഞ്ഞു, ഇല്ല അല്ലാ, നിന്റെ കരുണ കൊണ്ട് എനിക്ക് സ്വർഗം വേണ്ട അല്ലാ. എന്താ പറയണേ, നിന്റെ റഹ്മത്ത് കൊണ്ട് എനിക്ക് സ്വർഗം വേണ്ട അല്ലാ. അദ്ദേഹം എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, അല്ലാ ഞാൻ ചെയ്ത ഇബാദത്ത് കൊണ്ട് സ്വർഗം തരണ അല്ലാ, കബൂലാക്കണ അല്ലാ, സ്വർഗം തരണ അല്ലാ. ആ സമയത്ത് അല്ലാഹ് പറയുകയാ, ഞാൻ തന്ന നന്മകളുണ്ടല്ലോ, ഞാൻ തന്ന കഴിവുകളുണ്ടല്ലോ, ഞാൻ തന്ന ആഫിയത്തുണ്ടല്ലോ, അതിന് പകരം പോലും ആകൂല നിന്റെ ഇബാദത്തെന്ന് അല്ലാഹു പറയുകയാ. ഞാൻ ചെയ്ത ഇബാദത്ത് കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹ് പറഞ്ഞു, മോനെ നീ ചെയ്തിരിക്കുന്ന ഇബാദത്ത് നാം തന്ന കാഴ്ചക്ക് പോലും പകരമാകില്ലെന്ന് അല്ലാഹു പടച്ച തമ്പുരാൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സ്നേഹനദികളാകുന്ന സഹോദര സഹോദരിമാരോട് പറയാ, അല്ലാഹുവിന്റെ കരുണയില്ലാതെ എനിക്കും നിങ്ങൾക്കും ആ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, പടച്ചവനെ ഞങ്ങൾക്ക് നീ കരുണ നൽകണേ അല്ലാ, പടച്ചവനെ ഞങ്ങൾക്ക് നീ കരുണ നൽകണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങൾ ദുആ ചെയ്യുമ്പോ അൽഹംദുലില്ലാ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ കരുണ ലഭിച്ചുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് ഈ റമദാനിനെ എന്റെ പ്രിയപ്പെട്ടവരെ കടത്തിവിടാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു റഹ്മത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു ഈ റഹ്മത്തിന്റെ 10ന്റെ പ്രതിഫലം കൊണ്ട് അല്ലാഹു അതെല്ലാം അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ഒരിക്കല് ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു മഹാനാകുന്ന ഒരു സഹാബി കടന്നു വന്നു.
നബി തങ്ങളുടെ ചാരത്തേക്ക് ഒരു മഹാനാകുന്ന സഹാബി കടന്നു വന്നു. അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ ചാരത്തേക്ക് ഒരു സഹാബി കടന്നു വരികയാ. എന്നിട്ടതാ നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഹൃദയം കഠിനമാണ് നബിയേ, ഹൃദയം കഠിനമാണ് നബിയേ, ഹൃദയത്തിൽ വിശാലതയില്ല നബിയേ, ഹൃദയത്തിൽ കാരുണ്യമില്ല നബിയേ, ഹൃദയത്തിൽ പ്രകാശമില്ല നബിയേ. എന്തെങ്കിലും ഒരു വഴിയുണ്ടല്ലോ, പറഞ്ഞു തരുമോ? മാർഗം പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്? നബിയേ, എന്റെ ഹൃദയം കഠിനമായി പോയി നബിയേ, എന്റെ ഹൃദയം വിശാലമാകാൻ എന്തെങ്കിലും ഒരു മാർഗം അങ്ങ് പറഞ്ഞു തരുമോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ പാവങ്ങളെ സഹായിച്ചാൽ, ആരെങ്കിലും ഒരാൾ യതീം മക്കളുടെ തലയിൽ തലോടിയാൽ അവർക്ക് ഇൻഷാ അല്ലാഹ് ഹൃദയത്തിൽ വിശാലത ലഭിക്കുമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറയണേ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ നമ്മൾ പാവങ്ങളെ സഹായിക്കണം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, നോമ്പ് തുറപ്പിക്കണം, സദഖകൾ കൊടുക്കണം, സകാത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ഇന്ന് കടന്നു പോയാൽ പോരാ, അല്ലെ? ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം നമ്മളിൽ നിന്ന് വെറുതെ കടന്നു പോയാൽ പോരാ. എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന റമളാനാക്കിയിട്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിനെ ഞാനും നിങ്ങളും മാറ്റണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അതാ പറയണേ, റസൂലുള്ള പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ വിശാലത വേണമെങ്കിൽ നിങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ യതീം മക്കളുടെ തലയിൽ തടവണമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ റമളാൻ മാസത്തിൽ നമ്മുടെ പള്ളിയിലൊക്കെ ഒരുപാട് ആളുകൾ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് വരാറുണ്ട്, അല്ലെ? റമളാൻ മാസത്തിൽ ഓരോ വഖത്തിന് ശേഷവും ഓരോ മുസ്ലിമീങ്ങളും ഓരോ മുഅ്മിനീങ്ങളും വന്നിട്ട് നമ്മുടെ പള്ളിയുടെ മുമ്പിൽ വന്ന് കൈ നീട്ടാറുണ്ട്. നിങ്ങളുടെയൊക്കെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ഓരോ സാധുക്കളും വന്ന് കൈ നീട്ടാറുണ്ട്. കാരണം എന്തേ? റമളാൻ മാസത്തിൽ ചെയ്യുന്ന നന്മകൾക്ക് അതിനിരട്ടി പ്രതിഫലം ഉണ്ടാകുമെന്ന. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കൊടുക്കുന്ന സദഖകളെല്ലാം അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ പറയാ, നമ്മുടെ ഹൃദയത്തിൽ വിശാലത ഉണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം? നന്മകൾ ചെയ്യണം. അങ്ങനെ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ കാരുണ്യം ലഭിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പ് തുറപ്പിക്കാൻ, ഇഫ്താറുകൾ സംഘടിപ്പിക്കാൻ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റമളാനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്താണ്, ഒരു അമലാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ഒരിക്കല് അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ സഹാബത്ത് കടന്നു വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നോമ്പ് തുറപ്പിക്കുന്നവന്റെ പ്രതിഫലം എന്താ? നോമ്പ് തുറപ്പിക്കുന്നവന്റെ പ്രതിഫലം എന്താ? അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബാ, നോമ്പ് തുറപ്പിക്കുന്നവർക്ക് രണ്ട് പ്രതിഫലം ഉണ്ടെന്ന. നോമ്പ് തുറപ്പിക്കുന്നവർക്ക് രണ്ട് പ്രതിഫലം ഉണ്ടെന്ന. ഒന്ന്, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട്, അവർക്ക് നരകീയ മോചനമുണ്ടെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കാൻ ഒരുപാട് ഭക്ഷണങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല, ഞങ്ങളുടെ കയ്യിൽ വിഭവ സമൃദ്ധമാകുന്ന ഭക്ഷണങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിൽ നോമ്പ് തുറപ്പിക്കാനില്ല. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറഞ്ഞു, സഹാബാ, ഒരു കവിൾത്തടം വെള്ളം കൊണ്ടെങ്കിലും ഒരു കാരക്ക കൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിക്കണമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയാ, നമ്മളെ കൊണ്ട് എത്രത്തോളം നന്മകൾ ചെയ്ത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ പറ്റുമോ അത്രത്തോളം നന്മകൾ ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു കരുണ ലഭിക്കുന്ന റമളാനായി അല്ലാഹു ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിനെ അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. എന്തെല്ലാം സങ്കടങ്ങൾ അല്ലാഹു ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഉണ്ടെങ്കിൽ അതെല്ലാം നീ മാറ്റി നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രതിസന്ധികളോ ഞങ്ങളുടെ പ്രയാസങ്ങളോ അതെല്ലാം നീ മാറ്റി നൽകണേ അല്ലാ. ഈമാൻ നീ ഉറപ്പിച്ച് നൽകണേ അല്ലാ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകൾ വ്യക്തമായി പറയുന്നുണ്ട്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ
يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراعون ويمنعون الماعون പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയാ ദീൻ കൊണ്ട് കളവാക്കുന്നവരാരാ? പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെ കൊണ്ട് കളവാക്കുന്നവരാരാ? അപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയാ ആരെങ്കിലും ഒരാൾ പാവങ്ങളെ സഹായിച്ചിട്ടില്ലെങ്കിൽ, ആരെങ്കിലും ഒരാൾ യതീമക്കളെ സഹായിച്ചിട്ടില്ലെങ്കിൽ, ആരെങ്കിലും ഒരാൾ അൽഹംദുലില്ലാഹ് യതീം മക്കളുടെ തലയിൽ തലോടിയിട്ടില്ലെങ്കിൽ അവർക്കാണ് എന്റെ പ്രിയപ്പെട്ടവർ ദീൻ കൊണ്ട് കളവാക്കിയവരെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് സ്നേഹത്തിന് ഞാൻ പറയാ, നന്മകൾ ധാരാളം അധികരിപ്പിച്ച് സദഖകൾ കൊടുത്ത് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ ആദ്യത്തെ 10 അൽഹംദുലില്ലാഹ് കരുണ ലഭിക്കുന്ന 10 ഞാനും നിങ്ങളും മാറ്റണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എന്ത് സദഖ കൊടുത്താലും, എത്ര നിസ്കരിച്ചാലും, എത്ര നോമ്പെടുത്താലും, എത്ര നന്മകൾ ചെയ്താലും എന്റെയും നിങ്ങളുടെയും നിയ്യത്ത് നന്നായിട്ടില്ലെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, എല്ലാ അമലുകളും നിയ്യത്ത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കുക. ഇപ്പോ ഞാനും നിങ്ങളും നിസ്കരിക്കുന്നവരാ, ഞാനും നിങ്ങളും നോമ്പെടുക്കുന്നവരാ, ഞാനും നിങ്ങളും ശിഫ റിലീഫ് സെല്ലിലേക്ക് കിറ്റ് കൊടുക്കുന്നവരാ, നന്മകൾ ചെയ്യുന്നവരാ, പള്ളിക്ക് വേണ്ടി സ്വതക്ക കൊടുക്കുന്നവരാ, പാവങ്ങളെ സഹായിക്കുന്നവരാ, നമ്മുടെ മക്കാമിന്റെ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടുന്നവരാ. നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, നിങ്ങൾ എന്ത് ചെയ്താലും നിയ്യത്തിന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കാതെ ഒരിക്കലും നിങ്ങൾ ഒരു അമലും ചെയ്യാൻ പാടില്ല. നമസ്കരിക്കുന്ന സമയത്ത് നിയ്യത്ത് കറക്റ്റ് ആയിട്ട് വെക്കണം. ഇപ്പോ ചില ആളുകളൊക്കെ ഉണ്ട്, പള്ളിയിൽ വരുമ്പോ നിയ്യത്ത് വെക്കണത് എങ്ങനെ പഠിച്ചവനെ ഉസ്താദ് കാണട്ടെ, അല്ലെങ്കിൽ നാട്ടുകാർ കാണട്ടെ, അല്ലെങ്കിൽ പള്ളിയുടെ പരിപാലകര് കാണട്ടെ, അല്ലെങ്കിൽ റമദാൻ മാസം കടന്നു വരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ ഖുർആൻ ഓതുമ്പോ നെയ്യത്ത് വെക്കണത് എന്താ? പടച്ചവനെ റമദാനിന്റെ പൊരുത്തം നൽകണേ അല്ല, ഇതിന്റെ പ്രതിഫലം നാളെ സ്വർഗത്തിന് തരണേ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങളും ഒക്കെ നെയ്യത്ത് വെക്കും. ചില ആളുകൾ നെയ്യത്ത് വെക്കണത് എങ്ങനെ? പടച്ചവനെ എന്റെ കുടുംബക്കാര് കണ്ടോട്ടെ, എന്റെ കൂട്ടുകാരികൾ കണ്ടോട്ടെ, എന്റെ മാതാപിതാക്കൾ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നെയ്യത്ത് വെക്കണതെങ്കിൽ നമ്മുടെ ഖുർആനോത്തും നമ്മുടെ നോമ്പും നമ്മുടെ സക്കാത്തും നമ്മുടെ സദഖയും ഒന്നും കൊണ്ട് ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹു നല്ല പോലെ നല്ല ഇഖ്ലാസോടെ നിയ്യത്ത് വെക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോ ഞാൻ നിങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് വെക്കണവരാ അല്ലെ? ഞാൻ നിങ്ങളൊക്കെ നിസ്കരിക്കുമ്പോ നിയ്യത്ത് വെക്കണവരാ. ഉസല്ലി ഫർള് ളുഹ്രി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യക്തമായി നിയ്യത്ത് വെക്കണവരാ. ഈ നിയ്യത്ത് വെക്കുമ്പോ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഖൽബ് കൊണ്ട് എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ് നമ്മൾ ആ നിയ്യത്തിനെ കരുതണം. ഇപ്പോ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ വിത്ർ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? നിയ്യത്ത് പറഞ്ഞു തരാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഉമ്മമാരൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് അൽഹംദുലില്ലാഹ് റമദാൻ മാസത്തിൽ നിയ്യത്ത് വെക്കാറുണ്ട്, നോമ്പിന്റെ നിയ്യത്ത് വെക്കാറുണ്ട്. നവൈതു സൗമ അദീൻ അൻ അദാഇ ഫർളി റമദാനി ഹദിഹി സനതി ലില്ലാഹി തആല, ഈ വർഷത്തെ അദാആയ ഫർളായ റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി പിടിച്ചു വിട്ടുവാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും ഒക്കെ അൽഹംദുലില്ലാഹ് നിയ്യത്ത് വെക്കണവരാ. നമ്മളൊക്കെ നിയ്യത്ത് വെക്കണത് എങ്ങനെ? ഈ നാവ് കൊണ്ട് നിയ്യത്ത് വെക്കല. നമ്മുടെ ഈ നാവ് ഇങ്ങനെ വെറുതെ അനക്കല. നമ്മൾ ഈ നിയ്യത്ത് പറയുമ്പോഴും നമുക്ക് ചിന്ത വേറേതാ. പടച്ചവനെ തറാവീഹ് കഴിഞ്ഞാൽ കന്യ ഉണ്ടാവുമോ? ഉസ്താദ് 9:30 തീർക്കോ? ഉസ്താദ് 9:25 നിസ്കാരം തീർക്കോ? അല്ലെങ്കിൽ ഇമാമ് നിൽക്കണ മുത്തഅല്ലിമ് 9:30 നിസ്കാരം തീർക്കോ എന്നാണ് എന്റെ നിങ്ങളുടെ ചിന്ത. പാടില്ല. നമ്മൾ ആ നിയ്യത്ത് വെക്കണ സമയത്ത് നമ്മുടെ ഖൽബ് അറിഞ്ഞുകൊണ്ട്, നമ്മുടെ ഹൃദയം അറിഞ്ഞുകൊണ്ട് ആ പരിശുദ്ധമാക്കപ്പെട്ട നിയ്യത്ത് വെക്കണം അല്ലെ? ഇപ്പോ നിസ്കരിക്കാൻ വരുമ്പോൾ പോലും നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് നിസ്കരിച്ചാൽ പോലും നമുക്ക് അല്ലാഹുവിനെ പേടിയില്ലാതെ നിസ്കരിക്കുന്ന കാലഘട്ടം. ഞാൻ ഒരു ചരിത്രം പറഞ്ഞു തരാം. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു വേദനിപ്പിക്കുന്ന ചരിത്രമാണ് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഹുബൈബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാ? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയില് കൊണ്ടു നടന്ന വലിയൊരു മഹാന. ഈ മഹാനവറുകള് കൊലക്കയറ് കണ്ടപ്പോൾ പോലും നിസ്കരിക്കണമെന്ന് പറഞ്ഞ മഹാന. ഇപ്പോ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു ധീര പോരാളിയുടെ ചരിത്രം ഞാൻ നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് അല്ലെ. പരിശുദ്ധമാക്കപ്പെട്ട ബലിപ്പെരുന്നാളിന്റെ ദിവസം അദ്ദേഹത്തെ തൂക്കിലേറ്റി. സദ്ദാം ഹുസൈൻ വിട പറഞ്ഞപ്പോ മുഖമൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് ഖുർആന് കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തേ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്, ഷഹീദായത്. ഞാൻ നിങ്ങളോട് പറയാ, ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റാൻ പോയപ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ കഴുകുമരം കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. എന്താ പറഞ്ഞേ? 2 റക്അത്ത് നിസ്കരിക്കണം. നമ്മളാണല്ലോ ഒരു മനുഷ്യന്റെ അവസാന ശ്വാസത്തില് ഒരാൾ വന്നിട്ട് പറയാ എന്താ വേണ്ട. ഇപ്പൊ എന്നെ തൂക്കിലേറ്റാൻ പോവാ, അല്ലെങ്കിൽ നിങ്ങളെ തൂക്കിലേറ്റാൻ പോവാ. തൂക്കിലേറ്റാൻ പോകുന്ന സമയത്ത് തൂക്കിലേറ്റാൻ പോണ ആള് വന്നിട്ട് പറയാ എന്താ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ, എന്താ നിങ്ങളുടെ അവസാനത്തെ അഭിലാഷം എന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളുമെല്ലാം പല ആഗ്രഹങ്ങളും പറയാറുണ്ട്. എന്നാൽ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താ? അല്ലാഹുവേ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്ന. ഈ ചരിത്രം പഠിച്ചോ? പഠിച്ചാൽ ഈ റമളാൻ നമുക്ക് ഉപകാരപ്പെടും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആരാ ഹുബൈബ് തങ്ങൾ? ആരാ? ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുടെയും വാപ്പന്മാരുടെ കയ്യിലൊക്കെ ഒരു ചെറിയ തസ്ബീഹ് മാല ചിലപ്പോൾ ഉണ്ടാവും. ഡിജിറ്റൽ കൗണ്ടർ ഉണ്ടാവൂലേ? ഉണ്ടാകുന്നവരുണ്ടാവും, ചിലപ്പോ വീട്ടിൽ വെച്ച് വന്നവരുണ്ടാവും. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, നിങ്ങൾ അതില് ആത്മാർത്ഥമായിട്ട് സ്വലാത്ത് ചെല്ലുന്നവരായിരിക്കും അല്ലെ. ഈ കൗണ്ടർ ഇങ്ങനെ കയ്യിൽ വെച്ചോണ്ട് നടക്കണം. എന്തിനാ? അല്ലാഹുവേ 1 മിനിറ്റ് പോലും വെറുതെ ആകല്ല റബ്ബേ, 1 സെക്കൻഡ് പോലും വെറുതെ ആകല്ല റബ്ബേ, 1 മണിക്കൂർ പോലും വെറുതെ ആകല്ല റബ്ബേ. അത് മുഴുവനും റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കൊടുക്കണേ. എത്രയോ സാധിക്കണം അല്ലെ. നമ്മുടെ ഈ പാലോട്ട് പള്ളിയിൽ തന്നെ ഉണ്ടാവും, നിസ്കരിക്കാൻ വരുമ്പോ കയ്യിൽ ഒരു കൗണ്ടറുമായിട്ട് വരും. കൗണ്ടർ ഇങ്ങനെ വരുമ്പോ ഓരോ നടത്തത്തിലും ഓരോ സലാത്തിൽ നിന്ന് എത്രയോ സാധിക്കണം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ വീട്ടില് കറി വെക്കുമ്പോ, വീട്ടിൽ ചോറ് വെക്കുമ്പോ, വീട്ടിൽ നോമ്പ് തുറക്ക് വേണ്ട സാധനങ്ങളൊക്കെ ശരിയാക്കുമ്പോ എത്രയോ സാധുക്കളാകുന്ന ഉമ്മമാരാ കയ്യിൽ ഒരു തസ്ബീഹ് മാല പിടിച്ചിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു പാചകം ചെയ്യുന്ന എത്രയോ ഉമ്മമാരാ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളെ വല്ലാതെ ഇഷ്ടം വെച്ചൊരു സഹാബിയ, വല്ലാതെ ഇഷ്ടം വെച്ച ഒരു സഹാബിയ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളെ ഇഷ്ടപ്പെട്ട സഹാബിയ ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങൾ എന്ന് പറയുന്നത്. ഹുബൈബ് തങ്ങളതാ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ വചനമുണ്ടല്ലോ, മുറുകെ പിടിക്കുകയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങളുണ്ടല്ലോ, ജീവിക്കുമ്പോ ശത്രുക്കളതാ കടന്നു വരികയാ, ഹുബൈബ് തങ്ങളെ പിടിക്കുകയാ, ഹുബൈബ് തങ്ങളെ തടവറയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. എന്നിട്ടതാ ഹുബൈബ് തങ്ങളോട് പറയുകയാ, ഇസ്ലാമിൽ നിന്ന് പുറത്തു വരുമോ? മുസ്ലിമാകുമോ? മുസ്ലിമാകി നിന്ന് പുറത്തേക്ക് കടന്നു വരുമോ? ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുമോ? ആ സമയത്തതാ ഹുബൈബ് തങ്ങൾ പറയുകയാ, ഇല്ല ഇല്ല. ഹുബൈബ് തങ്ങൾ ധീരതയോടെ പറയുകയാ, ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തങ്ങളെ ശത്രുക്കൾ വിളിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഹുബൈബേ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരാൻ കഴിയുമോ? തൗഹീദിന്റെ വചനം ഒഴിവാക്കാൻ കഴിയുമോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാൻ മുസ്ലിമിൽ നിന്ന് പുറത്തേക്ക് വരൂല, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരൂല. അല്ലെ, ഞാന് കൊല്ലത്ത് അയത്തിൽ എന്ന് പറഞ്ഞ പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഉമ്മ മരണപ്പെട്ടു. അവിടെ ഒരു പ്രായമുള്ള ഉമ്മ, 80 വയസ്സുള്ള ഒരു ഉമ്മ മരണപ്പെട്ടു. അല്ലാഹുവേ, ആ ഉമ്മയുടെ ജനാസ പള്ളിയിൽ കൊണ്ടുവന്നു. ഞങ്ങളൊക്കെ നിസ്കരിച്ചതിന് ശേഷം ആ ഉമ്മയെ കൊണ്ട് കബറടക്കിയതിന് ശേഷം എന്റെ മുറിയിലേക്ക് ഒരു വെള്ളയും ഇട്ട് ഒരു കതറു വസ്ത്രം ധരിച്ച ഒരു സഹോദരൻ എന്ത് ചെയ്തു? എന്റെ റൂമിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞ, ഉസ്താദേ, ഞാൻ 40 ലക്ഷം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഉസ്താദേ. ഞാൻ 40 ലക്ഷം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഉസ്താദേ. അതില് 20 ലക്ഷം സ്വലാത്ത്
ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിലേക്ക് ഹദിയ ചെയ്യാം ഉസ്താദേ. 40 ലക്ഷം സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അതില് 20 ലക്ഷം സ്വലാത്ത് ഉസ്താദേ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മിച്ചയുടെ ഖബറിലേക്ക് ഞാൻ ഹദിയ ചെയ്യാം. നമ്മളൊക്കെ ഹദിയ ചെയ്യാറുണ്ടോ? നമ്മൾ എന്ത് ചെയ്യാറ്? നമ്മുടെ ഉമ്മ എങ്ങാനും മരണപ്പെട്ടാൽ, അതും ഒരുപാട് നമ്മളെ കഷ്ടപ്പെടുത്തി ഒരുപാട് മലമൂത്ര വിസർജനം കിടന്ന കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് ചെയ്ത ഉമ്മയാണെങ്കിൽ നമ്മുടെ ഉമ്മ മരിക്കുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലാഹുവേ തീർന്നല്ലോ റബ്ബേ, എന്താ പറയണേ, തീർന്നല്ലോ റബ്ബേ, വാപ്പ മരിച്ചല്ലോ റബ്ബേ, ഇനി നോക്കണ്ടല്ലോ റബ്ബേ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും 100 വയസ്സുണ്ട്. നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും 100 വയസ്സുണ്ട്, അല്ലെങ്കിൽ 90 വയസ്സുണ്ട്. ഈ 90 വയസ്സായ ഉമ്മ മരിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, 100 വയസ്സായിട്ടുള്ള ഉമ്മ മരിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മിക്ക മക്കളും കരയാറില്ല. മിക്ക മക്കൾക്കും ഒരു സങ്കടം പോലും കടന്നു വരാറില്ല. അവരൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കും, തീർന്നല്ലോ റബ്ബേ, തീർന്നല്ലോ റബ്ബേ എന്ന നെയ്യത്ത് വെച്ച ഇരിക്കാറ്. ഈ സഹോദരൻ വന്ന് കരഞ്ഞിട്ട് പറയാ, ഉസ്താദേ 20 ലക്ഷം സ്വലാത്ത് ഞാൻ 40 ലക്ഷം സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അതിൽ 20 ലക്ഷം സ്വലാത്ത് എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ഖബറിലേക്ക് ഞാൻ ഹദിയ ചെയ്യാം. നോക്കിങ്ങള് എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന് ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബേ നിനക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരാൻ കഴിയുമോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു ഇല്ല. ഹുബൈബ് തങ്ങള് ധീരതയോടുകൂടി അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, തീർച്ചയായിട്ടും ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ആര് പറഞ്ഞു? ഹുബൈബ് തങ്ങള് ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു. ശത്രുക്കൾ തീരുമാനിച്ചു ഹുബൈബിനെ കൊല്ലണം. ശത്രുക്കൾ തീരുമാനിച്ചു ഹുബൈബിനെ അറുക്കണം. അല്ലാഹുവേ പടച്ചവനെ, ശത്രുക്കൾ അതാ തീരുമാനിക്കുകയാ, ഹുബൈബിനെ കൊല്ലണമല്ലോ, ഹുബൈബിനെ അറുക്കണമല്ലോ എന്നതാ തീരുമാനിക്കുകയാ. സർവ ആളുകളും എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. അറേബ്യയുടെ മണ്ണില് ഹുബൈബിനെ തൂക്കിക്കൊല്ലുന്ന ദിവസമുണ്ടല്ലോ, സർവ ആളുകളും അതാ കടന്നു വരികയാ. ഹുബൈബിനെ കഴുകുമരത്തിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരികയാ. ഹുബൈബ് അതാ കടന്നു വരികയാ, സഹാബത്ത് കടന്നു വരികയാ. എല്ലാവരും അതാ കരയുകയാ, സങ്കടപ്പെടുകയാ. ഹുബൈബിന്റെ ചാരത്തേക്ക് ആരാച്ചാറ് കടന്നു വരികയാ. ഹുബൈബിനെ തൂക്കിലേറ്റാൻ സഹാബത്തിന്റെ പ്രിയമുള്ളവരെ പടച്ചവനെ കടന്നു വരികയാ. അവരതാ സങ്കടപ്പെടുകയാ, നൊമ്പരപ്പെടുകയാ. ശത്രുക്കളുണ്ടല്ലോ ഹുബൈബിന്റെ ചാരത്ത് വന്ന് ചോദിക്കുകയാ, ഹുബൈബേ രക്ഷപ്പെടണോ, ഹുബൈബേ രക്ഷപ്പെടണോ, ജീവിതത്തിലേക്ക് തിരിച്ചു വരണോ, അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് പോകാതിരിക്കണോ, ജീവിതത്തിലേക്ക് മടങ്ങി വരണോ, കുടുംബത്തോടൊപ്പം ജീവിക്കണോ? ഹുബൈബേ ഹുബൈബേ ഹുബൈബേ, സെക്കൻഡുകൾ കഴിഞ്ഞാൽ നിന്നെ തൂക്കിലേറ്റാൻ പോവാ. സെക്കൻഡുകൾ കഴിഞ്ഞാൽ നിന്നെ തൂക്കിലേറ്റിയിട്ട് നിന്നെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞയക്കാൻ പോവാ. ഹുബൈബേ, നിന്റെ ജീവിതത്തിൽ നിനക്കിന്നെ തിരിച്ചു വരണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നീ ഇവിടെ നിൽക്കുന്നതിന് പകരമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഴുകുമരത്തിന്റെ ചുവട്ടിൽ നീ നിൽക്കുന്നുണ്ട്. ഈ നിൽക്കുന്ന സ്ഥാനത്ത് നീ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിൽക്കുന്നതെന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി, നിന്നെ വെറുതെ വിടാം. എന്താ പറയണേ? ഹുബൈബേ, നീ നിൽക്കുന്ന ഈ കഴുകുമരത്തിന്റെ ചുവട്ടില് നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിൽക്കുന്നതെന്ന് നീ ഒന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം, നിന്റെ കുടുംബത്തോടൊപ്പം നിന്നെ വെറുതെ വിടാം. ഹുബൈബ് തങ്ങള് ഇത് കേട്ടപാടെ ഹുബൈബ് തങ്ങൾ പറഞ്ഞു, ഒരിക്കലുമില്ല, എന്റെ ലോകത്തിന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു കുത്തുന്നത് പോലും സഹിക്കാൻ കഴിയൂല, സഹിക്കാൻ കഴിയൂല. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളെ ഹൃദയത്തിലേക്ക് കൊണ്ടു നടന്ന ഹുബൈബ് തങ്ങൾ പറയുകയാ, ഒരിക്കലുമില്ല, റസൂലുള്ളാഹിയുടെ കാലില് ഒരു മുള്ളു കുത്തുന്നത് പോലും താങ്ങാൻ കഴിയൂല. ഹുബൈബിനെ അതാ തൂക്കുമഴത്തിലേക്ക് കൊണ്ടുവരികയാ. ഹുബൈബിന്റെ ചാരത്തേക്ക് ആരാചാര കടന്നു വരികയാ. ഹുബൈബിനോട് ശത്രുക്കൾ ചോദിക്കുകയാ, അവസാനമായി ആഗ്രഹമുണ്ടോ, അഭിലാഷം
അഭിലാഷമുണ്ടോ? എന്തെങ്കിലും സാധിക്കണോ? ആ സമയത്ത് ഹുബൈബ് തങ്ങൾ പറയുകയാ, 2 റക്അത്ത് നിസ്കരിക്കണമല്ലോ, ഇബാദത്ത് ചെയ്യണമല്ലോ, സുജൂദ് ചെയ്യണമല്ലോ എന്നതാ ഹുബൈബ് തങ്ങൾ പറയുമ്പോ നഊദു ബില്ലാഹ്, ശത്രുക്കളതാ പുഞ്ചിരിക്കുകയാ. 2 റക്അത്ത് നിസ്കരിക്കണോ, 2 റക്അത്ത് ഇബാദത്ത് ചെയ്യണോ? ഭ്രാന്താണോ, വട്ടാണോ, മജ്നൂനാണോ? ഹുബൈബേ, നിന്റെ ശ്വാസം ഈ സെക്കൻഡിൽ തീരാൻ പോവാ. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിന്റെ അവസാനത്തെ അഭിലാഷം എന്താണെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങൾ പറഞ്ഞു, ശത്രുക്കളോട് പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. എന്താ പറഞ്ഞേ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. ഇപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചാ മതി, ഹുബൈബ് തങ്ങളുടെ ചാരത്ത് ഞാനും നിങ്ങളുമാണ്, ആ കഴുകുമരത്തിന്റെ ചുവട്ടില് ഞാനും നിങ്ങളുമാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെ തൂക്കിലേറ്റാൻ പോണ സമയത്ത് ആരാചാർ വന്നിട്ട് ചോദിക്കാം, എന്താ നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം? അപ്പോഴും നമ്മൾ പറയും, കണ്ടു തീർക്കാനുള്ള സീരിയൽ പടച്ചവനെ തീർന്നിട്ടില്ല, അതെങ്കിലും കണ്ടു തീരാനുള്ള സൗഭാഗ്യം തരണേ അല്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ നമ്മളൊക്കെ ദുആ ചെയ്യും. പക്ഷെ ഹുബൈബ് തങ്ങൾ പറഞ്ഞെന്താ? പടച്ചവനെ, അല്ലാഹുവേ, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സൗഭാഗ്യം നീ തരണേ അല്ലാ. ശത്രുക്കൾ കേട്ടുകൊണ്ട് ചിരിച്ചു. ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബേ, എടാ നിനക്ക് ഭ്രാന്താണോ? എടാ നിനക്ക് വട്ടാണോ? എടാ നീ മജ്നൂനാണോ? എടാ നിനക്ക് 1 സെക്കൻഡോ 2 സെക്കൻഡോ ഉണ്ട്, ആ സെക്കൻഡിൽ നിനക്ക് നിന്റെ കുടുംബത്തെ കണ്ടൂടെ? നിനക്ക് വേണ്ട ഭക്ഷണം കഴിച്ചൂടെ? നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പറഞ്ഞൂടെ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, വേണ്ട, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. അങ്ങനെ അവസാനം ശത്രുക്കൾ പറഞ്ഞു, എടാ നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടു, എടാ നിന്റെ അല്ലാഹ് നിന്നെ കൈവിട്ടടാ, നിന്റെ പടച്ചവൻ നിന്നെ കൈവിട്ടടാ ഹുബൈബേ, നിനക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഹുബൈബ് തങ്ങൾ വാശി പിടിച്ചു, എനിക്ക് നിസ്കരിക്കണം. എന്താ പറയണേ? എനിക്ക് നിസ്കരിക്കണം. പടച്ചവനെ, ഹുബൈബ് തങ്ങൾക്ക് വുളു എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഹുബൈബ് തങ്ങൾ ഖിബിലേക്ക് മുന്നിട്ടു. ഹുബൈബ് തങ്ങൾ നിസ്കരിച്ചു. ഹുബൈബ് തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നിസ്കരിക്കുകയാ. ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നിസ്കരിക്കുകയാ. പടച്ചവനെ സലാം വീട്ടുകയാ. എന്നിട്ടതാ 2 കരങ്ങളുണ്ടല്ലോ അള്ളാന്റെ സവിധത്തിലേക്ക് ഉയർത്തുകയാ. അള്ളാനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അള്ളാന്റെ സവിധത്തിലേക്ക് ഹുബൈബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുമ്പോ മലക്കുകളതാ കടന്നു വരികയാ. എന്നിട്ടാ ഹുബൈബിനോട് പറയുകയാ, കരയുകയാണോ, സങ്കടപ്പെടുകയാണോ, നൊമ്പരപ്പെടുകയാണോ? ഹുബൈബേ, കരയാൻ പാടില്ല. നിനക്കതാ സ്വർഗമുണ്ടേ, സ്വർഗത്തിന്റെ പദവിയുണ്ടേ ഹുബൈബേ, ഹുബൈബേ. ഹുബൈബ് തങ്ങൾ 2 കരങ്ങളും അള്ളാന്റെ സവിധത്തിലേക്ക് ഉയർത്തിയിട്ട് ഹുബൈബ് തങ്ങൾ ഇങ്ങനെ കരഞ്ഞു. ഹുബൈബ് തങ്ങൾ കരഞ്ഞു. ഇപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടൊക്കെ സ്നേഹത്തിൽ പറയാ, ദുആ ചെയ്യുമ്പോ കരയണം. ദുആ ചെയ്യുമ്പോ കരയണം. ഉസ്താദേ, കരച്ചിൽ വരുന്നില്ല ഉസ്താദേ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, നമ്മളൊക്കെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് അല്ലെ ലൈവിലൂടെ കേൾക്കണവരോട് പറയാ, നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോ കരയണം. കരഞ്ഞിട്ടേ ദുആ ചെയ്യാൻ പാടുള്ളൂ, കരയാതെ ദുആ ചെയ്യാൻ പാടില്ല. മഹാന്മാര് പറയുന്നുണ്ട്, എടോ ഇനി കരഞ്ഞില്ലെങ്കിൽ കരച്ചിൽ അഭിനയിക്കണമെന്ന്. നമ്മളെ കൊണ്ട് കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കരയുന്നത് പോലെ അഭിനയിക്കണമെന്ന. നമ്മൾ ഇന്നേ വരെ അഭിനയിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ ഞാൻ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ? അള്ളാന്റെ മുമ്പിൽ കരഞ്ഞിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അഭിനയിക്കും ഭർത്താവിന്റെ മുമ്പിൽ, അല്ലെ? നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഭർത്താക്കന്മാരെ കൊണ്ട് കരഞ്ഞ് 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 എങ്ങനെയെങ്കിലും നമ്മൾ സാധിപ്പിക്കാറുണ്ട്. ഇനിയിപ്പോ പെരുന്നാൾ വരിക. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരുണ്ട് കാസർഗോഡ്, ഒരു ഭരതക്കട നടത്തുന്ന ഒരു സഹോദരനാ. അവന്റെ പേര് മൂസ എന്നാ. ഞാൻ അവന്റെ നമ്പർ തന്നെ സേവ് ചെയ്തിരിക്കണേ, ബുർക്ക മൂസ എന്നാ. കാരണം അവന് ബുർക്ക കച്ചവടം ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ബുർക്ക മൂസ എന്ന് അടിച്ചിട്ടിരിക്കണേ. അപ്പൊ ഓൻ പറഞ്ഞ ഉസ്താദേ, കാസർഗോഡൊക്കെ 25,000-ന്റെയും 50,000-ന്റെയും ഒക്കെ ബർദയുണ്ട് ഉസ്താദേ. 25,000-ന്റെയും 50,000-ന്റെ ഒക്കെ ബർദയുണ്ട് ഉസ്താദേ. ചില ഭർത്താക്കന്മാര് ഭാര്യമാരുമായിട്ട്, ഭാര്യമാരല്ല ഭാര്യയായിട്ട് എന്ത് മേടിക്കാൻ വരും? ബർദ മേടിക്കാൻ വരും, അല്ലെ മഫ്ത മേടിക്കാൻ വരും ഉസ്താദേ. ചില ഭർത്താക്കന്മാര് ഈ കടയിലേക്ക് വരുമ്പോ അവരുടെ നെഞ്ചിടിക്കണത് എനിക്ക് കാണാം ഉസ്താദേ.
സ്വന്തം ഭാര്യക്ക് ഭരതം മേടിക്കാൻ വരുമ്പോ അല്ലെങ്കിൽ വസ്ത്രം എടുക്കാൻ വരുമ്പോ അവരുടെ നെഞ്ചിടിക്കുന്നത് കാണാം. ഉസ്താദേ എന്തേ ഉസ്താദ്, അവർക്ക് 2000-ന്റെയും 3000-ന്റെ ഒന്നും വേണ്ട, ഒരു പിടിക്കണതൊക്കെ 20,000-ന്റെയും 25,000-ന്റെയും അല്ലെ? അത് മേടിക്കാൻ വേണ്ടി കരഞ്ഞ് 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 നമ്മൾ എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ചിരിക്കും. നമ്മുടെ ചില ചെറിയ മക്കളുണ്ട്, നമ്മൾ റോഡിൽ പോകുമ്പോ പാവക്കുട്ടി കാണുമ്പോ, എന്തെങ്കിലും ടോയ്സ് കാണുമ്പോ, വണ്ടികളൊക്കെ കാണുമ്പോ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ട് അത് വേണമെന്ന് വാശി പിടിക്കും. ചില വാപ്പമാര് കൂമ്പനിട്ട് ഇടിച്ചിട്ട് എന്ത് ചെയ്യും? വണ്ടി കയറ്റിട്ട് കൊണ്ടുപോകാറുണ്ട്. ചില വാപ്പമാർ എന്ത് ചെയ്യും? ആ മക്കള് കരയുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയില്ല. ചില ഉമ്മമാർക്ക് മക്കള് കരയുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയില്ല, അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ എന്റെയും നിങ്ങളുടെയും റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കരഞ്ഞിട്ട് ദുആ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇന്ന് വരെ 25 വയസ്സായി, 26 വയസ്സായി, 80 വയസ്സായി, 40 വയസ്സായി, 60 വയസ്സായി, 15 വയസ്സായി, പ്രായപൂർത്തിയായി. ഞാൻ പറയാ, ഇത്രയും വർഷം നമ്മൾ ഈ ദുനിയാവിന്റെ തൊരിപ്പുറത്ത് ജീവിച്ചിട്ട് ഇന്ന് വരെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അള്ളാന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വല്ലാത്ത പ്രശ്ന. അള്ളാഹു കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. മോനെ, കരയുമ്പോ ഒരു ഇഖ്ലാസ് നമുക്ക് വരും. കരയുമ്പോ നമുക്കൊരു തഖ്വ, ഒരു ഇഖ്ലാസ്, അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു ഇഷ്ടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അല്ലേ? ഞാൻ പറയാ, അള്ളാഹു തരുമെന്ന് പ്രതീക്ഷ വെച്ച് നിങ്ങൾ ദുആ ചെയ്ത് നോക്കി. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹ് അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ പോലും കടത്തുമെന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. മലക്കുകൾ ഇറങ്ങി വന്നു. എന്നിട്ട് ഹുബൈബിനോട് ചോദിച്ചു, ഹുബൈബേ, കരയാണോ ഹുബൈബേ? സങ്കടമാണോ ഹുബൈബേ? ഹുബൈബ് തങ്ങൾ ഒന്നും മിണ്ടിയില്ല. ഹുബൈബ് തങ്ങളോട് മലക്കുകൾ പറഞ്ഞു, ഹുബൈബേ, നീ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല, നിനക്ക് നാളെ സ്വർഗമുണ്ടെന്ന് അള്ളാഹു അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഹുബൈബ് തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം. ഹുബൈബ് തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. ഹുബൈബ് തങ്ങളെ എന്റെ പ്രിയമുള്ളവരെ കൊണ്ടുവരികയാ, കഴുകുമരത്തിന്റെ ചവിട്ടിലേക്ക് കൊണ്ടുവരികയാ. സഹാബത്തതാ വിറങ്ങലിക്കുകയാ. ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. സഹാബത്ത് പറയുകയാ, യാ റസൂലല്ലാഹ്, ഹുബൈബിനെ തൂക്കിലേറ്റുകയാ, ഹുബൈബിനെ കൊല്ലുകയാ. യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, കരയുകയാ, സങ്കടപ്പെടുകയാ, വേദനിക്കുകയാ. ലോകത്തിന്റെ പ്രവാചകനതാ കരയുമ്പോ സഹാബത്തിന്റെ പ്രിയമുള്ളവരെ കരയുകയാ. സഹാബത്ത് വിറങ്ങലിക്കുകയാ. മഅദല്ലാഹ്, ഹുബൈബിനെ അതാ കഴുകുമരത്തിലേക്ക് കയറ്റുകയാ. ഹുബൈബിനെ അതാ തൂക്കിലേറ്റുകയാ, വിട പറയുകയാ. ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് സഹാബത്ത് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാ, യാ റസൂലല്ലാഹ്, ഹുബൈബ് വിട പറഞ്ഞു പോയി നബിയേ, ഹുബൈബ് വഫാത്തായി നബിയേ. അള്ളാന്റെ റസൂല് കരഞ്ഞു, അള്ളാന്റെ റസൂല് സങ്കടപ്പെട്ടു. അള്ളാന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, എന്റെ ഹുബൈബിന്റെ ജനാസ എനിക്ക് കാണണം. എന്റെ ഹുബൈബിന് വേണ്ടിയിട്ട് എനിക്ക് മയ്യത്ത് നിസ്കരിക്കണം. എന്റെ ഹുബൈബിനെ എനിക്ക് അവസാനമായിട്ടൊന്ന് കാണണം. ശത്രുക്കളുടെ തടവറയിലേക്ക് പോയിട്ട് ഹുബൈബിന്റെ ജനാസ ആ കഴുകുമരത്തിൽ നിന്ന് കൊണ്ടുവരുന്നവരാരാ എന്ന് ബഹുമാനപ്പെട്ട ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ചോദിച്ചു. ആ സമയത്ത് ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു സഹാബി എണീച്ച് എന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ കൊണ്ടുവരാം, ഹുബൈബിന്റെ ജനാസ ഞാൻ കൊണ്ടുവരാം, ഹുബൈബിന്റെ മയ്യത്ത് ഞാൻ കൊണ്ടുവരാം. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ സമ്മതം കൊടുത്തപ്പോ ആ സഹാബി എണ്ണീച്ചിട്ട് ഹുബൈബ് തങ്ങളുടെ കഴുകുമരത്തിന്റെ ചവിട്ടിലേക്ക് കടന്നു ചെന്നു. ഹുബൈബ് തങ്ങളുടെ ശരീരം കാണാനില്ല, ഹുബൈബ് തങ്ങളുടെ ജനാസ കാണാനില്ല. ആ സഹാബിയതാ കരയുകയാ. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്,
ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, കാണാനില്ല, അറിയാനില്ല, അദൃശ്യമാ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, കരയുന്നില്ല, പുഞ്ചിരിക്കുകയാ, സന്തോഷിക്കുകയാ. സഹാബത്തതാ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ നബിയേ, അങ്ങ് കരഞ്ഞവരല്ലേ നബിയേ, അങ്ങ് എന്തിനാണ് നബിയേ പുഞ്ചിരിക്കുന്നത്? എന്തിനാണ് നബിയേ സന്തോഷിക്കുന്നത്? എന്തിനാണ് നബിയേ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, എന്റെ ഹുബൈബ്, എന്റെ ഹുബൈബ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു കഴിയുമ്പോ എന്റെ ഹുബൈബിനെ അതാ ഖബറടക്കിയതാരാ? ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, മലക്കുകൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സഹാബ. എന്റെ ഹുബൈബിനെ തൂക്കിലേറ്റിയപ്പോ ഹുബൈബ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞല്ലോ. ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോയി സഹാബ. അതുകൊണ്ടാണ് പുഞ്ചിരിച്ചതെന്ന് റസൂലുള്ള പറയുമ്പോ, നിറഞ്ഞിരിക്കുന്ന പെങ്ങളെ, നിറഞ്ഞിരിക്കുന്ന സഹോദരിമാരെ, നിങ്ങളോട് പറയുകയാ, നിസ്കരിക്കുമ്പോ, നോമ്പ് പിടിക്കുമ്പോ, സക്കാത്ത് കൊടുക്കുമ്പോ, നന്മകൾ ചെയ്യുമ്പോ, സദഖകൾ കൊടുക്കുമ്പോ ഇഖ്ലാസോടെ അദബോടെ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അതിന്റെ പ്രതിഫലമുണ്ടല്ലോ അല്ലാഹു തരുന്നതാ, അല്ലാഹു സ്വീകരിക്കുന്നതാ. അതുകൊണ്ട് പറയാ, നിസ്കരിക്കുമ്പോ ഇഖ്ലാസോടെ നിസ്കരിക്കണം, നോമ്പ് പിടിക്കുമ്പോ ഇഖ്ലാസോടെ നിയ്യത്ത് വെക്കണം, സദഖ കൊടുക്കുമ്പോ ഇഖ്ലാസോടെ നിയ്യത്ത് വെക്കണം. അല്ലേ? ഇപ്പോ ഇവിടെ ഷിഫ റിലീഫ് സെല്ലിന്റെ പേരിൽ കിറ്റ് കൊടുക്കുന്നുണ്ട്. ഏകദേശം 200ഓളം കിറ്റ് നമ്മളൊക്കെ കൊടുത്തവരാ. ആ കിറ്റ് കൊടുക്കുമ്പോ നമ്മളൊക്കെ നെയ്യത്ത് വെക്കണം, അല്ലാഹുവേ, പടച്ചവനെ, തമ്പുരാനെ, ഇതിന്റെ പ്രതിഫലം നാളെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ തരണേ അല്ലാ എന്ന് നെയ്യത്ത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ആ കിറ്റുകള് നമ്മൾ കൊടുക്കാൻ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയാ, ഈ റഹ്മത്തിന്റെ 10, ഈ കാരുണ്യത്തിന്റെ 10 ധാരാളം നന്മകൾ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പുളകിതമാകാൻ ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ആ കരുണ ലഭിക്കാൻ ഒരു 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. കരുണ ലഭിക്കാൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ ഒരു 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. ആ 4 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റഹ്മത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു, അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീമീൻ, അല്ലാഹുവേ നീ കരുണ നൽകണേ അല്ലാ, റഹ്മത്ത് തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും എല്ലാം അൽഹംദുലില്ലാ ദുആ ചെയ്തവരാ. എന്നാൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ ആദ്യത്തെ 10 അൽഹംദുലില്ലാ ലഭിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്നാൽ അവർക്ക് ഇൻഷാ അല്ലാഹ് റഹ്മത്ത് ലഭിക്കും, കരുണ ലഭിക്കും. ഒന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹ് യദാ പറയുകയാണ്, ഖാല യാ ഖൗമി ലിമ തസ്അജിലൂന ബിസയ്യിഅതി ഖബലൽ ഹസനതി ലൗലാ തസ്തഗ്ഫിറൂന അല്ലാഹ ലഅല്ലകും തുർഹമൂൻ. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയുണ്ടല്ലോ, സ്വാലിഹ് നബിയോട് ധിക്കാരപൂർവ്വം ഞങ്ങൾക്ക് ശിക്ഷ നീ കൊണ്ടുവാ എന്ന് വെല്ലുവിളിച്ചപ്പോ സ്വാലിഹ് നബി അതാ തന്റെ ജനതയോട് പറഞ്ഞതാ, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള മാർഗമുണ്ടല്ലോ, ഏതെന്നറിയോ? ഇസ്തിഗ്ഫാറാ, തൗബയാ. ഇസ്തിഗ്ഫാറും തൗബയും ആരെങ്കിലും ഒരാൾ ചെയ്താൽ അവർക്ക് ഇൻഷാ അല്ലാഹ് കാരുണ്യമുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻഷാ അല്ലാഹ് കടന്നു വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സ്വതക്ക ഇൻഷാ അല്ലാഹ് കൊടുക്കുക, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ സ്വതക്ക കൊടുക്കാതെ ഓള് കാണട്ടെ ഉസ്താദെ, അല്ലെങ്കിൽ കമ്മിറ്റി കാണട്ടെ ഉസ്താദെ, അങ്ങനെയൊന്നും ചെയ്യണ്ട. നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സ്വതക്ക ഇഖ്ലാസോട് കൂടി നിയ്യത്ത് വെച്ച് കൊടുത്താൽ അൽഹംദുലില്ലാഹ്
അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാ. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയണത്, ആരെങ്കിലും ഒരാൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, ആരെങ്കിലും ഒരാൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കരുണ ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ എന്ത് ചെയ്യാ, എപ്പോഴും ചൊല്ലുക, തൗബ ചെയ്യുക, അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുക. അല്ലാഹുവേ, അല്ലാഹു ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും. ഞാൻ പറയാ, ഈ റമദാൻ പോലെ ചിലപ്പോൾ അടുത്ത കൊല്ലം നമുക്ക് റമദാൻ കിട്ടണമെന്നുണ്ടോ? ഇല്ല. ഇപ്പോ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ചാരത്തേക്ക് കടന്നു വന്നു. ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പള്ളിയൊക്കെ പൂട്ടിയതാ. വീട്ടിൽ പോലും നമുക്ക് ഒരുമിച്ച് നിന്ന് നിസ്കരിക്കാൻ പേടി. കാരണം എന്തേ? വാപ്പാക്ക് കോവിഡ് അവിടച്ചോനെ, ഉമ്മാക്ക് കോവിഡ് അവിടച്ചോനെ, ഭാര്യക്ക് കോവിഡ് അവിടച്ചോനെ, ഭർത്താവ് കോവിഡ് അവിടച്ചവനെ. അല്ലാഹുവേ, അതിൽ നിന്നെങ്ങാനും പടരുമോ എന്ന് പേടിച്ചുകൊണ്ട് ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. എന്നോട് ഒരു ഗൾഫുകാരനാണ് ഒരു സഹോദരൻ കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ സാധാരണ എന്റെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ എന്നെ വേണമായിരുന്നു ഉസ്താദേ. കോവിഡ് സമയത്ത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ എന്റെ ഭാര്യയും മക്കളും എന്നെ തിരിഞ്ഞു നോക്കിയില്ല ഉസ്താദേ. എന്തേ? 14-30 ദിവസം എന്തോ ക്വാറന്റൈൻ ഇരിക്കണമായിരുന്നു ഉസ്താദേ. ആ സമയത്ത് എന്നെ എന്തോ ഒരു അധികം പറ്റുപോലെ എന്റെ കുടുംബക്കാര് കണ്ടത്. ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോ എന്തോ മാരകമാകുന്ന ബോംബും വിപത്തുമായിട്ടാ കടന്നു വന്നതെന്നാ എന്റെ ഭാര്യ മക്കളും വിചാരിച്ചത്. ഞാൻ സ്നേഹത്തോടു കൂടി പറയാ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നമ്മളെ കൊണ്ട് എത്രത്തോളം പാവങ്ങൾ പൊറുപ്പിച്ചെടുക്കാൻ കഴിയോ അല്ലാഹു പ്രയാസങ്ങൾ തരുമ്പോ, അല്ലാഹു നൊമ്പരങ്ങൾ തരുമ്പോ, ആരെങ്കിലും ഒരാൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ, സബർ ചെയ്താൽ, അൽഹംദുലില്ലാഹ്, കരുണയുടെ പ്രതിഫലമുണ്ട്, റഹ്മത്തുണ്ട്, സ്വർഗ്ഗമുണ്ട്. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ ഒരാളുടെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വന്നു, പ്രയാസങ്ങൾ കടന്നു വന്നു, ചോദിക്കട്ടെ, സന്തോഷം വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ, യാതനകൾ വരുമ്പോ, നമ്മുടെ ചൊല്ലേണ്ട ദിക്ർ നമ്മൾ സ്തുതിക്കണം അല്ലെ. മിക്ക ആളുകൾക്ക് ഒരു വിചാരം, ഉസ്താദേ, സന്തോഷം വരുമ്പോ മാത്രമല്ലേ ഉസ്താദ് അൽഹംദുലില്ലാഹ്. അപ്പോ ആ ഉസ്താദിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താ? ആ ഉസ്താദിന്റെ ചാരത്ത് വന്ന് ആരെന്ത് പറഞ്ഞാലും ഉസ്താദ് അൽഹംദുലില്ലാഹ് പറയും. ഉസ്താദേ, ഭാര്യ പ്രസവിച്ചു, അൽഹംദുലില്ലാഹ്. ഉസ്താദേ, വീട് വെച്ചു, അൽഹംദുലില്ലാഹ്. ഉസ്താദേ, മക്കള് പ്രസവിച്ചു, അൽഹംദുലില്ലാഹ്. ഉസ്താദേ, പുതിയ വണ്ടി വാങ്ങി, അൽഹംദുലില്ലാഹ്. ഉസ്താദേ, കടങ്ങളൊക്കെ സലാമത്തായി, അൽഹംദുലില്ലാഹ്. അങ്ങനെ ഉസ്താദിന്റെ ചാരത്ത് വന്നിട്ട് അവിടുത്തെ പള്ളിയുടെ സെക്രട്ടറി പറഞ്ഞു, ഉസ്താദേ, എന്റെ ഉമ്മിച്ച മരണപ്പെട്ടു. ആ സമയത്ത് ഉസ്താദ് സെക്രട്ടറിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അന്ന് പേര് വീണതാ അൽഹംദുലില്ലാഹ് മുസ്ലിയാർ. എന്താണ് അൽഹംദുലില്ലാഹ് മുസ്ലിയാർ? അപ്പൊ അൽഹംദുലില്ലാഹ് പറയുമ്പോ തുറന്നും പറയേണ്ട അവസ്ഥ വരും,
മനസ്സിലും പറയേണ്ട അവസ്ഥ വരാം. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന കാര്യങ്ങളൊക്കെ മരണപ്പെട്ടാല് നമ്മൾ ആ സമയത്ത് മുറ്റത്തിറങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർ പറയും നമുക്ക് പിരാന്താന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യാം? മനസ്സിൽ പറയണം അല്ലാഹുവേ അൽഹംദുലില്ലാഹ് എന്റെ ഉമ്മിച്ച കിടക്കാണ് മരിച്ചല്ലോ റബ്ബേ, എന്റെ ഉമ്മിച്ച മരിച്ചു, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മകനാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് പറയാൻ കഴിയണം. ആർക്കൊരാൾക്ക് പ്രതിസന്ധി വന്നോ, ദുരന്തങ്ങൾ വന്നോ, ദുരിതങ്ങൾ വന്നോ, ആ സമയത്ത് ആരെങ്കിലും ഒരാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാളെ അവർക്ക് കരുണയിൽ നിന്ന് അവർക്ക് റഹ്മത്തിന്റെ 10 ലഭിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോ നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു പ്രയാസമാണ് നമ്മുടെ വീട്ടിൽ നിന്ന്. ഇപ്പൊ എന്റെ ഉമ്മ മരിച്ചാൽ, എന്റെ വാപ്പ മരിച്ചാൽ, എന്റെ കൂടപ്പറപ്പിങ്ങൾ മരിച്ചാൽ എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ ഭർത്താക്കന്മാര് മരിച്ചുപോയാ എനിക്ക് സഹിക്കാൻ കഴിയുമോ? സഹിക്കാൻ കഴിയുമോ? ഇല്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താക്കന്മാര് മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇദ്ദയിലിരിക്കുന്നവരുണ്ടാവും. ഇദ്ദയിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബക്കാരികളൊക്കെ നിങ്ങളുടെ സഹോദരിമാരൊക്കെ നിങ്ങളെ കാണാൻ വരും. ആ സമയത്ത് അവരൊക്കെ പറയും നിങ്ങൾ സഹിക്കണേ, നിനക്ക് ടെൻഷൻ ഒന്നും അടിക്കല്ലേ, ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗത്തിൽ നിനക്ക് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായിട്ട് പോകാന്നൊക്കെ എന്ത് ചെയ്യും? പറയും. ആ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകും, അല്ലാഹുവേ നഷ്ടമെനിക്കല്ലോ റബ്ബേ, അല്ലേ? ഭർത്താവ് മരിച്ചാൽ നഷ്ടം വേറൊരാൾക്കുമല്ല, നിങ്ങൾക്ക് തന്നെ നഷ്ടം. ഭാര്യ മരിച്ചാൽ അതിന്റെ നഷ്ടം വേറൊരാൾക്കുമല്ല, നിങ്ങൾക്ക് തന്നെ നഷ്ടം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോ എന്നോട് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഭാര്യ മരിച്ചുപോയി ഉസ്താദേ, എന്റെ ഭാര്യ മരിച്ചുപോയി ഉസ്താദേ. ഭാര്യക്ക് എന്ത് പറ്റിയതാ? ഭാര്യക്ക് ക്യാൻസർ ആയിരുന്നു ഉസ്താദേ, ഭാര്യക്ക് ക്യാൻസർ ആയിരുന്നു ഉസ്താദേ. അങ്ങനെ ഭാര്യ മരിച്ച് ഒരു 4 മാസം കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ചെറിയൊരു പനി വന്നു ഉസ്താദേ. അങ്ങനെ പനി വന്നു, അല്ലാഹുവേ കൗണ്ടൊക്കെ ഇങ്ങനെ കുറയാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർമാര് വിധി എഴുതി മകൾക്കും ക്യാൻസർ, മകൾക്കും ബ്ലഡ് ക്യാൻസറാ ഉസ്താദേ. 4 മാസം അവള് ജീവിച്ചു ഉസ്താദേ. 4ാമത്തെ മാസമായപ്പോ അവള് വിട പറഞ്ഞു പോയി ഉസ്താദേ. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചതാ ഉസ്താദേ. എന്റെ 2ാമത്തെ പൊന്നുമോൾക്ക് ഡോക്ടർ ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ മുറിയിൽ നിന്ന് തോടി ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട 2ാമത്തെ പൊന്നുമോൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോ എന്റെ സമനില തെറ്റിപ്പോയി ഉസ്താദേ. ഞാൻ ആ ഡോക്ടറിന്റെ മുറിയിൽ നിന്ന് ഞാൻ എടുത്ത് മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് കണ്ടു ഉസ്താദേ. ആ സ്റ്റെയറിൽ ഒരു തെറ്റിലേക്കും പോകാതെ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ ഈ പാലോട്ട് പള്ളിയിൽ ജീവിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്തിനാ പറയണേ? ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു കരുണ നൽകും, ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു കാരുണ്യം നൽകും. ചിലപ്പോ ചില ആളുകൾക്കൊക്കെ ബിസിനസ് 8 നിലയെ പൊട്ടും, ബിസിനസ് 8 നിലയെ പൊട്ടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു കട കത്തിപ്പോയി, നിങ്ങളൊക്കെ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. കാസർഗോഡ് ടൗണില് ഒരു കട കത്തിപ്പോയി, ഒരു കട കത്തിപ്പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ആ കടയുടെ പരിസരത്തൂടെ പോയപ്പോ അവിടെ ഒരാളോട് ചോദിച്ചു, ഇൻഷുറൻസ്
ഇൻഷുറൻസ് കിട്ടുമോ? ഈ കട കത്തിപ്പോയാൽ സർക്കാർ എന്തെങ്കിലും കുറച്ച് പൈസ കൊടുക്കും, അത് കിട്ടുമോ? ഉസ്താദ് ഇൻഷുറൻസ് ഇല്ല. എന്താ പറഞ്ഞേ? ഇൻഷുറൻസ് ഇല്ല, സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും കിട്ടൂല. 1.5 കോടി രൂപ ഉസ്താദ് നഷ്ടമാണ്. എന്താ പറഞ്ഞേ? 1.5 കോടി രൂപ നഷ്ടമാണ്. ഞാൻ ചോദിച്ചു, ഈ 1.5 കോടി രൂപ നഷ്ടം വരുമ്പോ ഓന്റെ ജീവിതം മുന്നോട്ട് എങ്ങനെ? അല്ല തരൂ ഉസ്താദേ. എന്താ പറഞ്ഞേ? അല്ല തരൂ ഉസ്താദേ. എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വണ്ടി ഒന്ന് ചെറുതായിട്ട് തട്ടിയാല് നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോ എന്റെ നിങ്ങളുടെ വണ്ടി നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോവാ, ഏതെങ്കിലും ഒരു ശൈത്താൻ കൊണ്ടുപോകുന്നത് നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ ഒരു രസ. ആ സമയത്ത് നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്, സ്വന്തം ഭാര്യയെ നോക്കിയില്ലെങ്കിലും വണ്ടി നല്ലപോലെ നോക്കും. സ്വന്തം ഭാര്യയെ നല്ലപോലെ നോക്കിയിട്ടില്ലെങ്കിലും വണ്ടി നല്ലപോലെ നോക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ചില ഭർത്താക്കന്മാര് 4 ടയർ പോലും ഉണ്ടാകൂല, വെറുതെ ഇങ്ങനെ കറങ്ങും, അത്ര തന്നെ. അല്ലാഹു ഹീമ നൽകട്ടെ. ഞാൻ പറയണത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ മരണപ്പെട്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ പറയണം. ഭാര്യ മരിച്ചു പോയാൽ, ഭർത്താവ് മരിച്ചു പോയാൽ അല്ലാഹു തരണ പ്രതിഫലം നഷ്ടം തന്നെ ഇല്ലെന്നല്ല. ഇപ്പോ പാലോട്ട് പള്ളിയുടെ ഖബർസ്ഥാനില് ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരുടെ എത്രയോ ഭർത്താക്കന്മാര് ഖബറിൽ ഉണ്ടാകും, അല്ലേ? ഉണ്ടാകും. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ആ ഭർത്താക്കന്മാര് നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് ആ ഖബറിൽ കിടന്നുകൊണ്ട്. അല്ലാഹുവേ, എന്റെ ഭാര്യ എനിക്ക് വേണ്ടി ഒരു യാസീൻ ഓതിയാൽ മതിയായിരുന്നു. അല്ലാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് വേണ്ടി ഒരു ഖത്മുൽ ഖുർആനെങ്കിലും ഈ റമളാനിൽ ഓതിയാൽ മതിയായിരുന്നു അല്ലാ എന്ന് പറഞ്ഞിട്ട് 6 അടി മണ്ണിന്റെ ഉള്ളറയിൽ കിടന്നിട്ട് ആ സാധുക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കുന്നുണ്ടാകും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ പറയാ, ഭർത്താക്കന്മാര് മരിച്ചു പോയാൽ ഒരിക്കലും തെറ്റിലേക്ക് പോകാൻ പാടില്ല. ഒരിക്കലും തെറ്റിലേക്ക് പോകാൻ പാടില്ല. പിന്നെ ചില സഹോദരിമാരൊക്കെ ഉണ്ട്, ഉസ്താദേ ഞങ്ങൾക്ക് ഫ്രീഡം കിട്ടണമെങ്കിൽ ഉസ്താദേ, ഭർത്താവ് ജീവിച്ചിരിക്കണമുണ്ട്, ഞങ്ങൾക്ക് ഫ്രീഡം കിട്ടണമെങ്കിൽ ഉസ്താദേ, എന്തെങ്കിലുമൊക്കെ മുട്ടയിലൊക്കെ മന്ത്രിച്ചിട്ട് ചങ്ങാതി എങ്ങനെയെങ്കിലും കബർക്ക് വിടണം ഉസ്താദേ എന്ന് കരുതുന്നവരുണ്ടാകും. അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബജീവിതം അല്ല നമ്മുടെ വിഷയം, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണില്ല. ഭാര്യ മരിച്ചു പോയാൽ, ഭർത്താവ് മരിച്ചു പോയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഭർത്താവ് മരിച്ചു പോയിട്ട് ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ഉമ്മ, പാലോട്ട് പള്ളിയിൽ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ഉമ്മ ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തരണ പ്രതിഫലം എന്താ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഏതാ? നിങ്ങളെല്ലാവരും പറയുമല്ലോ, ഉസ്താദേ നഷ്ടമാ നഷ്ടമാ നഷ്ടമാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ കൂടെയുള്ളപ്പോ എനിക്കൊരു സങ്കടങ്ങളില്ല, യാതനകളില്ല, വേദനകളില്ല, നൊമ്പരങ്ങളില്ല, ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേടില്ല എന്ന് പറയുന്നവരോട് പറയുകയാ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലമേതാ? അല്ലാഹു തരുന്ന മഹത്വമേതാ? ഞാൻ പറയാ, ഇപ്പോ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരൂല. ഇപ്പൊ നിങ്ങൾ ഈ റോഡിന്റെ പരിസരത്തൂടെ ഇങ്ങനെ നടന്നാല് പല ജോലിയും ചെയ്യുന്ന പല ആളുകളെയും കാണാൻ കഴിയും, അല്ലേ? തെങ്ങി കയറുന്നവരുണ്ടാകും, ഓട്ടോ ഓടിക്കണവരുണ്ടാകും, ഡ്രൈവർമാരുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ റമളാൻ മാസത്തില് ഈ പാവപ്പെട്ട ഭർത്താക്കന്മാര്, കുടുംബനാഥന്മാര് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് വേണ്ടി ജോലി ചെയ്യണേ, അല്ലേ? ഇവര് ജോലി ചെയ്തിട്ട് പൈസ കിട്ടിയാലേ വൈകിട്ട് നോമ്പ് തുറക്കാൻ നമുക്ക് ഇറച്ചി വാങ്ങാൻ പറ്റൂ. നമ്മുടെ ഭർത്താക്കന്മാര് ഈ പാലോട്ട് പള്ളികളുടെ പരിസരത്തിലൂടെ ആ വെയിലത്ത് കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടാലും മാത്രമേ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ മക്കൾക്കും വൈകിട്ട് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ കിട്ടൂ. ഞാൻ പറയണത്, ആ ഭർത്താവ് മരിച്ചു പോയെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ പാലോട്ട് പള്ളിയുടെ മുമ്പിൽ വരുന്ന എത്ര ഉമ്മമാരുണ്ട്, ഉസ്താദേ ഭർത്താവില്ല ഉസ്താദേ എന്തെങ്കിലും സഹായം ചെയ്യണം. കമ്മിറ്റിക്കാരുടെ അടുത്ത് വന്നിട്ട് പറയും, ഒപ്പിട്ട് തരണേ, ഉസ്താദിനോട് ഒന്ന് പിരിക്കാൻ പറയണേ, ബക്കറ്റ് മുമ്പിലൂടെ ഒന്ന് കടത്തി വിടണേ, ഞങ്ങൾക്ക് ആരുമില്ല, എന്റെ ഇക്കയില്ല, ഖബറില, മക്കള് പട്ടിണിയില്ല എന്ന് പറയുന്ന എത്രയോ സാധുക്കളാ, അല്ലെ? നമ്മുടെ ഈ പാലോട്ട് പള്ളിയുടെ മക്കാമിന്റെ മുമ്പിൽ സലാത്തിന്റെ എത്രയോ ഉമ്മമാര് വരുന്നുണ്ട്, സ്വന്തം മക്കളുമായിട്ട് വരുന്നുണ്ട്, വന്നിട്ട് പറയുന്ന ഒരു സങ്കടപ്പെട്ട കാഴ്ചയുണ്ട്, അല്ലാഹുവേ ഉസ്താദേ ഭർത്താവ് മരിച്ചുപോയി, ഞാനും എന്റെ കുട്ടിയും മാത്രമേ ഉള്ളൂ, ജീവിക്കാൻ വഴിയില്ല ഉസ്താദേ എന്ന് പറഞ്ഞ എത്രയോ സാധുക്കളാ. ഞാൻ പറയാ, ക്ഷമിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങള് ഒരിക്കല് ഒരു സ്വപ്നം കണ്ടു. ഞാൻ നിങ്ങളൊക്കെ സ്വപ്നം കാണുന്നവരാ, അല്ലെ? സ്വപ്നം കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ചിലപ്പോ രാത്രി കിടന്നതാ, ഒന്ന് മക്കത്തൊക്കെ പോയി, മദീനത്തൊക്കെ പോയി, ചിലപ്പോ സൗത്ത് ആഫ്രിക്ക വഴി ഒന്ന് കറങ്ങി ചൈനയിലൊക്കെ പോയിട്ട് രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി എണീക്കാൻ എത്ര പേരാ ഉള്ളത്? ചിലപ്പോ
പാതിരാത്രിയിൽ ഏതെങ്കിലും ഒക്കെ ആളുകളെ സ്വപ്നം കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ സിനിമാ നടന്മാരെ സ്വപ്നം കാണുന്ന ചില താത്താമാരുണ്ട്, അല്ലെങ്കിൽ സിനിമാ നടികളെ സ്വപ്നം കണ്ടുകൊണ്ട് കിടന്നുറങ്ങണം ചില ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. സ്വപ്നത്തിന് അതിരുകളില്ല അല്ലെ, സ്വപ്നത്തിന് അതിരുകളില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കല് നബി തങ്ങൾ സ്വർഗത്തിലൂടെ കടന്നു പോകുന്നത് ആര് കണ്ടു? നബി തങ്ങൾ കണ്ടു. നബി തങ്ങൾ കണ്ട സ്വപ്നമാ, അത് സത്യമാ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലൂടെ കടന്നു പോകുമ്പോ ആദരവാകുന്ന പ്രവാചകനതാ സ്വർഗത്തിലൂടെ കടന്നു പോകുമ്പോ, അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്തിലൂടെ കടന്നു പോകുമ്പോ, റസൂലുള്ളാഹിയതാ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയാ, സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുകയാ. ആ സമയത്തതാ ഒരു പെണ്ണുണ്ടല്ലോ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹിയുണ്ടല്ലോ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടക്കാൻ പോകുമ്പോ, സ്വർഗത്തിന്റെ കവാടത്തിന്റെ ചാരത്ത് വരുമ്പോ, റസൂലുള്ളാഹിയുടെ ചാരത്തതാ ഒരു പെണ്ണതാ കടന്നു വരികയാ. ആദരവാകുന്ന പ്രവാചകനതാ ചോദിക്കുകയാ, ഇതാരാ ജിബ്രീലേ, സ്വർഗത്തിന്റെ കവാടത്തില് എന്റെ കൂടെ കടന്നു വന്ന സഹോദരിയുണ്ടല്ലോ, ആരാണ് ജിബ്രീലേ, ആരാ ജിബ്രീലേ? നബിതങ്ങൾ സ്വർഗത്തിന്റെ കവാടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു പെൺകുട്ടി വന്നിട്ട് നബിതങ്ങളുടെ ചാരത്ത് വന്ന് ഇങ്ങനെ നിൽക്കാം. ഒരു പെണ്ണ് വന്നിട്ട് നബി തങ്ങളുടെ ചാരത്തിക്ക. നബി തങ്ങൾ നോക്കുമ്പോ ഒരു പെണ്ണ. നബി തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ ഇതാരാ? കോൻ ഹേ? ഇതാരാ ജിബ്രീലേ? എന്റെ ചാരത്ത് ഈ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് എന്റെ കൂടെ കടക്കാൻ നിൽക്കണ പെണ്ണ് ആരാ ജിബ്രീലേ? നബി തങ്ങളുടെ കൂടെ ഉമർ തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, അബൂബക്കർ തങ്ങളുണ്ട്, സൽമാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്, അമ്മാർ തങ്ങളുണ്ട്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തുണ്ട്. ആ നബി തങ്ങളുടെ ചാരത്ത് ഒരു പെൺകുട്ടിയും ഇങ്ങനെ നബി തങ്ങളുടെ ചാരത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നബി തങ്ങൾക്ക് അത്ഭുതമായി. നബി തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ ക്യാ ഹുവ? ഇതാരാ? ഇതാരാ എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാനിരിക്കുന്ന ഈ പെണ്ണ് ആരാ? ആദരവാകുന്ന പ്രവാചകനോട് ജിബ്രീൽ അതാ പറയുകയാ, അതാരെന്നറിയോ? അതാരെന്നറിയോ? ഇംറഅത്തുൻ മാത അൻഹാ സൗജുഹാ, ഭർത്താവ് മരിച്ച പെണ്ണാണ് നബിയേ, വിധവയാണ് നബിയേ, ഭർത്താവ് മരിച്ചവളാണ് നബിയേ. വതറക ലഹാ ഐതാമൻ സിആറാ, 10 കൊല്ലം അവർ ഒരുമിച്ച് ജീവിച്ചവരാ. 10 കൊല്ലം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ചവരാ. മഅദല്ലാഹ് 3 കുട്ടികളുണ്ട് നബിയേ. ആ 3 കുട്ടികളും ചെറിയ മക്കളാ. ആ 3 കുട്ടികളെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവളാ, വേറെ ഒരു ഹറാമിലേക്ക് പോകാത്തവളാ. വതറക ലഹാ ഐതാമൻ സിആറാ, 10 കൊല്ലം ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ജീവിച്ചു. 10ാമത്തെ കൊല്ലം ഭർത്താവ് മരിച്ചു. 3 ചെറിയ കുട്ടികളുണ്ട് നബിയെ. ആ 3 കുട്ടികളെ വേറെ ഒരു കല്യാണം നോക്കാതെ അൽഹംദുലില്ലാ ഒറ്റയ്ക്ക് നെയ്തുകൊണ്ട് ആ 3 മക്കളെ നോക്കി ജീവിച്ചവളാ. അല്ലാഹുവേ, ആ പാവപ്പെട്ട വിധവയായ സഹോദരിയാണ് അങ്ങയുടെ കൂടെ സ്വർഗത്തിലേക്ക് കിടക്കുന്ന സഹോദരി എന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറയുമ്പോ, ഭർത്താവ് മരിച്ചാൽ ഒരിക്കലും സങ്കടപ്പെടരുത്. നാട്ട് ഈ ചില നമ്മളൊക്കെ ഇവിടെ കൊണ്ടോന്നറിയില്ല, ഈ മയ്യത്ത് ഇറക്കുന്ന സമയത്ത് ഉസ്താദന്മാര് ദുആ ചെയ്യാൻ പോകും അല്ലെ? മയ്യത്ത് സന്തൂക്കിലേക്ക് കയറ്റുന്ന സമയത്ത് ദുആ ചെയ്യാൻ പോലെ ഇവിടെ നേരെ തിരിച്ച അല്ലല്ലോ, എല്ലായിടത്തും ദുആ ചെയ്യാൻ പോകും. ഈ ദുആ ചെയ്യാൻ പോകുന്ന സമയത്ത് ഭർത്താവ് മരിച്ചു കിടക്കണമെങ്കിൽ ഉസ്താദ് ദുആ ചെയ്യും, കരഞ്ഞിട്ട് ദുആ ചെയ്യും, അല്ലാഹുവേ ഈ സഹോദരൻ നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഖബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദുആ ചെയ്യുമ്പോ ഈ സഹോദരന്റെ ഭാര്യ ചിലപ്പോൾ അകത്ത് കിടന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ടാവും, അകത്ത് കിടന്നിട്ട് നിലവിളിക്കുന്നുണ്ടാവും, എന്റെ ഇക്ക പോവാണോ, എന്റെ ഇക്ക ചൊറ്റയ്ക്ക് പോവാണോ അല്ലെ? ആ സമയത്ത് എന്ത് ചെയ്യണം? ഓളെ കൂടെ അങ്ങോട്ട് ഖബർക്ക് വിടാൻ പറ്റുമോ? പറ്റൂല അല്ലെ? ചില ഭർത്താക്കന്മാര് മരിക്കുമ്പോ ഭാര്യമാര് വീടിന്റെ അകത്ത് കിടന്ന് ഇങ്ങനെ അലമുറയിട്ട് കരയും, എന്റെ നിക്കാക്കിന് അവസാനമായിട്ട് ഒരു മുത്തം കൊടുത്തോട്ടെ, അവസാനമായി ഒന്ന് കണ്ടോട്ടെ, എന്റെ ഇക്ക ഒറ്റക്കാണ്, എന്നെ എല്ലായിടത്തും കൊണ്ടുപോണതാ, എന്നെ ഒറ്റക്കാക്കിയിട്ട് ആരും മണ്ണിന്റെ ഉള്ളറയിലേക്ക് പോവാ, തനിച്ചാക്കി ഞാൻ വിടൂല എന്ന് പറഞ്ഞിട്ട് തല പോലും മറക്കാതെ അവിടെ വന്ന നാട്ടുകാരുടെ മുമ്പിൽ ഔറത്തും കാണിച്ചുകൊണ്ട് കരയണ ചില ഉമ്മമാരുണ്ട്. പാടില്ല.
ഭർത്താവ് മരിച്ചാൽ നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാ പറയണം. ഭർത്താവ് മരിക്കാൻ അൽഹംദുലില്ലാ പറയാനല്ല, ഭർത്താവ് മരിച്ചാൽ എന്ത് പറയണം? വാക്ക് ശ്രദ്ധിക്കണം. ഭർത്താവ് മരിക്കാൻ അൽഹംദുലില്ലാ പറയാനല്ല, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? സങ്കടപ്പെട്ട് അൽഹംദുലില്ലാ, പടച്ചവനെ ഇക്കാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ട നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ സഹോദരിമാർ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്തിട്ട് ആ മരണപ്പെട്ട സമയം മുതൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാ? ഖത്മുൽ ഖുർആൻ ഓതുക. നമ്മുടെ മക്കൾ മരണപ്പെട്ടു, മരിച്ചു, കഴിഞ്ഞു, ഇനി തിരിച്ചു വരില്ല. പക്ഷേ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാ? അവർക്ക് വേണ്ടി ദുആ ചെയ്യാ. നമ്മുടെ മക്കൾ വിട പറഞ്ഞു പോയി, അവർക്ക് എന്റെ പ്രിയപ്പെട്ടവർ ചുമ്മനം കൊടുത്തിട്ട് വീടിന്റെ അകത്ത് വന്നിരുന്നിട്ട് അവർക്ക് വേണ്ടി ഖുർആൻ ഓതണം. അല്ലാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമ വിട പറഞ്ഞു, റബ്ബേ എന്നെ സ്വർഗത്തിലേക്ക് എന്നെ പിടിച്ചു കൊണ്ടുപോകുന്ന മകനാക്കി മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഞാനും എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയാ, ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അൽഹംദുലില്ലാ ദുരിതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ക്ഷമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കരുണയുണ്ട്, റഹ്മത്തുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലല്ല, ഒരുപാട് കരുണ ലഭിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തരാം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്ന് കരുണ ലഭിക്കാനുള്ള മൂന്ന് അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കാരുണ്യം വേണോ, റഹ്മത്ത് വേണോ, കരുണ വേണോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, സഹാബാ ആരെങ്കിലും ഒരാൾ അവരുടെ വസ്ത്രധാരണമുണ്ടല്ലോ ശരിയാക്കി കഴിഞ്ഞാൽ, നേരെ നടത്തി കഴിഞ്ഞാൽ, ഔറത്തു മരിച്ചു കഴിഞ്ഞാൽ, ഔറത്തു മറച്ചു കഴിഞ്ഞാൽ, അൽഹംദുലില്ലാ കരുണയുടെ നോട്ടമുണ്ടല്ലോ അല്ലാഹു തരുന്നതാ, അല്ലാഹു ജീവിതത്തിലേക്ക് തരുന്നതാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരാള് അവരുടെ വസ്ത്രധാരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹുവിന്റെ കരുണയുണ്ട്, കാരുണ്യമുണ്ടെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രം പറയല്ലേ ഉസ്താദ്? വസ്ത്രധാരണത്തിന്റെ കാര്യം മാത്രം പറയില്ലേ ഉസ്താദെ എന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറയാ, നമ്മൾ പുറത്തേക്ക് പോകുമ്പോ നമ്മുടെ വസ്ത്രധാരണം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അങ്ങനെ വസ്ത്രധാരണ ആരെങ്കിലും ഒരാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടമുണ്ട്, കരുണ ലഭിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ റമദാനിലെന്നല്ല ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ചില ഉമ്മമാരുണ്ട്, ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് എനിക്കറിയില്ല, കാസർഗോഡ് ഭാഗത്തൊക്കെ പോയാലുണ്ട്, ബർദ ധരിക്കും പക്ഷെ തല മറക്കൂല. ബർദ ധരിക്കും പക്ഷെ തല മറക്കാനുള്ള തുണി ഓളുടെ കയ്യിലില്ല. ദാരിദ്ര്യം എന്നുള്ള രീതിയിൽ ചുടുക്കുക. ഔറത്ത് മറക്കണ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് പറയണം, 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണ്, 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണ്. അതിൽ ഒന്നാമത്തെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ ആ ഭാര്യയും മക്കളോടൊപ്പം തെറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ നിന്ന് കൊടുക്കണ ഭർത്താവാരാ? അവര് നരകത്തിലേക്കുള്ള ഭർത്താവാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ? ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ അതിന് കൂട്ടു നിന്ന് കൊടുത്താൽ അവര് നരകത്തിലേക്കുള്ള ഭർത്താവാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ പറയാ, ഇക്കാ പെരുന്നാളല്ലേ, 17-ാം രാവല്ലേ, 27-ാം രാവല്ലേ, നമുക്ക് അവിടെ നിന്ന് സിയാറത്ത് ചെയ്യാൻ പോണം. അപ്പൊ അതിനെനിക്ക് ഇങ്ങനത്തെ വസ്ത്രം വാങ്ങിച്ചു തരണം, അങ്ങനത്തെ വസ്ത്രം വാങ്ങിച്ചു തരണം. പെരുന്നാളല്ലേ, നമുക്ക് അവിടേക്ക് ഒന്ന് കറങ്ങാൻ പോണ്ടല്ലേ, അതുകൊണ്ട് എനിക്ക് ഇന്ന വസ്ത്രം വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അലം ഉണ്ടാക്കുന്നവരാണെങ്കിൽ എഴുതി വെച്ചോ, അങ്ങനത്തെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ എഴുതി വെച്ചോ, ഇങ്ങനെ നരകത്തിലേക്കുള്ള ഭർത്താവ. വസ്ത്രധാരണ സൂക്ഷിക്കണ പെങ്ങന്മാരാരാ? വസ്ത്രധാരണ ശ്രദ്ധിക്കണ ആണുങ്ങളാരാ? അവർക്ക് അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടമുണ്ടെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറയണേ, നമ്മൾ മദ്രസയിൽ പോകുമ്പോൾ മാത്രമല്ല ബർദ ധരിക്കണ്ടേ,
ക്ലാസ്സിന് വരുമ്പോൾ മാത്രമല്ല വെറുതെ ഇരിക്കണ്ടേ. ഇപ്പൊ മലബാറിലൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം 90% സഹോദരിമാരും വെറുതെ ഇരിക്കണവർ അല്ലേ. മലബാർ ഏകദേശം ഒരു തൃശ്ശൂർ ജില്ലയും കൊണ്ട് വിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടി പറഞ്ഞോ. തൃശ്ശൂർ ജില്ല വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഇങ്ങോട്ട് ഒരു കാസർഗോഡ് വരെ മംഗലാപുരം ഭാഗം വരെ അൽഹംദുലില്ലാഹ് ഉമ്മമാരൊക്കെ വെറുതെ ഇരിക്കണവരാണ്. പക്ഷെ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്നറിയോ, ഈമാനുള്ളവർ മാത്രമേ ധരിക്കും. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈമാനുള്ളവർ മാത്രമേ വെറുതെ ഇരിക്കും. നമ്മുടെ ഇവിടെ എങ്ങനെയാ വെറുതെ ധരിച്ചുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാലെ ഇരുന്ന് പോണ താത്തമാരുണ്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ. വെറുതെ ധരിച്ചിട്ട് കടലിൽ കുളിക്കാൻ പോണ ഉമ്മമാരുണ്ട്. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അതാ പറയണേ. ചില ആളുകളൊക്കെ പറയും ഉസ്താദേ വെറുതെ ഉണ്ടല്ലോ ഉസ്താദേ. അതല്ല, ശരീരം മറയുന്ന എന്ത് വസ്ത്രമാണെങ്കിലും ശരി, ഔറത്ത് പറഞ്ഞാൽ മതി. ഔറത്ത് മറയണ വസ്ത്രം ധരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് വസ്ത്രധാരണം ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന വസ്ത്രമൊക്കെ ധരിച്ചിട്ട് എന്ത് ചെയ്യുക, വീട്ടിൽ നിന്നുള്ള, കാരണം നിങ്ങളുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. ഇപ്പൊ ചില താത്തമാരുണ്ട് കോവിഡ് ഒക്കെ കഴിഞ്ഞു ഇപ്പോഴും മാസ്ക് വെച്ച് നടക്കുന്ന ഉമ്മമാരുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. കോവിഡ് ഒക്കെ കഴിഞ്ഞു ഇപ്പോഴും മാസ്ക് വെച്ച് ധരിക്കുന്ന ചില സഹോദരിമാരുണ്ട് അല്ലെ. ഓരെന്താ പറയണേ, ഉസ്താദേ ഞങ്ങളുടെ മുഖം വേറെ ഉള്ള ആളുകൾ കാണും ഉസ്താദേ. എന്താ പറയണേ, ഞങ്ങളുടെ മുഖം വേറെ ആരെങ്കിലും ഒക്കെ കാണും ഉസ്താദേ. അപ്പൊ നമ്മൾ പറയാ എന്നാ നിക്കാബ് ഇട്ടോ, ഹിജാബ് ഇട്ടോ. അത് പറ്റൂല. എന്താ പറയണേ, അത് പറ്റൂല. ഇതൊരു ട്രെൻഡ് ആയിട്ട് എടുത്തുകൊണ്ട് നടക്കുന്ന ചില താത്തമാരുണ്ട്. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാന് ഒരു 3.5 വർഷം മുമ്പ് അന്ന് മദ്രസ പഠിപ്പിക്കുന്നുണ്ട്. അന്ന് മദ്രസ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ കുട്ടികൾ എന്ത് ചെയ്യും, കോവിഡ് സമയമായതുകൊണ്ട് ഈ മാസ്ക് ഇട്ടാ വരണേ. കോവിഡ് സമയത്തുണ്ട് മാസ്ക് ഇട്ടാ വരണേ. അപ്പോ കോവിഡ് ഒക്കെ കഴിഞ്ഞു, സർക്കാർ മാസ്ക് ഒക്കെ നിരോധിച്ചു, ഇടണ്ട എന്ന് പറഞ്ഞൊരു സമയത്തിയപ്പോ ഈ കുട്ടികൾ പിന്നെയും മാസ്ക് ഇട്ടോണ്ടാ വരണേ. ഈ കുട്ടികൾ മാസ്ക് ഇട്ടോണ്ടാ വരണേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തേ മാസ്ക് ഇട്ടോണ്ട് വരണേ ഉസ്താദേ, അത് ഞങ്ങളുടെ മുഖം വേറെ ഉള്ള ആളുകൾ കാണൂലേ. ഞങ്ങളുടെ മുഖം വേറെ ഉള്ള ആളുകൾ കാണൂലേ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ട്, അന്നൊരു കാര്യം ചെയ്യും, ഈ ദൂരിയിട്ട് ഹിജാബ് ഇട്ടോ, നാളെ തൊട്ട് നിക്കാബ് ഇട്ടോ, പ്രശ്നമില്ലോ. അത് പറ്റൂല ഉസ്താദേ. എന്താ പറയണേ, അത് പറ്റൂല ഉസ്താദേ. അതാ പറയണേ, ചില ഉമ്മമാര് ഈ നിക്കാബ് ഇടുന്നത് ട്രെൻഡാ, ചില ഉമ്മമാര് ഈ ഹിജാബ് ഇടുന്നത് ട്രെൻഡാ. ഇപ്പൊ നിങ്ങള് ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയയിലെ ഒരു ഇതുണ്ട്, അത് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ കാണും ഹിജാബിന്റെ ലൗവർ, അത് ഇത് തലപ്പാവിന്റെ മുഞ്ചത്തി, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പേജുകളുണ്ട്. അതിലെന്താപ്പാ കുറെ താത്താമാര് ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ കൂടെ ഹിജാബ് ഇട്ട് നിൽക്കണ ഫോട്ടോ, അല്ലെങ്കിൽ മദീനത്ത് പോയി നിൽക്കണ ഫോട്ടോ, മക്കത്ത് പോയി നിൽക്കണ ഫോട്ടോ, ഇതെല്ലാം ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ശരീരം മുഴുവനും കാണിച്ചു കൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. ചില ആളുകളുടെ ചിന്ത, ഉസ്താദേ ഞങ്ങൾ ഡ്രസ് ഇട്ടിട്ടുണ്ടല്ലോ ഉസ്താദേ, ഹിജാബ് ഇട്ടിട്ടുണ്ടല്ലോ ഉസ്താദേ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും കാട്ടാ ഉസ്താദേ എന്നാണ് വിചാരമെങ്കിൽ അല്ല. നമുക്കൊരു മാന്യതയുണ്ട്, നമുക്കൊരു ഔറത്തുണ്ട്, അതും മറച്ച് നമുക്കൊരു ലജ്ജയുണ്ട് അല്ലെ. നമ്മുടെ ഭർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ പൂർണ്ണമായിട്ടും അൽഹംദുലില്ലാഹ് നമ്മുടെ സൗന്ദര്യം കാണിക്കേണ്ടത്, അല്ല നാട്ടുകാർക്ക് മുഴുവനും അല്ല കാണിക്കാനുള്ളത്. അതുകൊണ്ടാ പറയണേ, നമ്മുടെ ഔറത്ത് ആരെങ്കിലും ഒരാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അവർക്ക് നാളെ കരുണയുടെ നോട്ടമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കല് നബി തങ്ങളുടെ ചാരത്തേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു. ഒരു പരാതി പറയാൻ നബി തങ്ങളുടെ ചാരത്തേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് ഒരു പെൺകുട്ടി അതാ കടന്നു വരികയാ. നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്ന് പറയുകയാ, യാ റസൂലല്ലാഹ്, സങ്കടമാ, രോഗമാ, അപസ്മാരമാ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? അല്ലാഹുവിന്റെ നബിയേ, അപസ്മാരമെന്ന് പറയുന്ന രോഗമുണ്ട്, ഈ രോഗമൊന്നു മാറാൻ ദുആ ചെയ്യുമോ? അല്ലാഹുവിനോട് പറയുമോ? നബിയേ, എനിക്ക് അപസ്മാരം എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, ഈ രോഗമൊന്ന് മാറാൻ വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യണം അല്ലേ. ഈ അപസ്മാരം വന്ന രോഗം വരുന്നവർക്ക് അതിന്റെ പ്രതിസന്ധി അറിയാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരുടെ മക്കൾക്ക് അപസ്മാരം എന്ന് പറയുന്ന രോഗമുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രതിസന്ധിയാണ്. പാതിരാത്രി ഒരിങ്ങനെ വിറക്കും, വായിൽ നിന്ന് ഇങ്ങനെ ഒരു പൂപ്പല് ഇങ്ങനെ പതി ഇങ്ങനെ കടന്നു വരും. അവരുടെ കയ്യിൽ ഇരുമ്പോ തുരുമ്പോ ഈ താക്കോൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യണേ, ഇത് ഇങ്ങനെ മാറിപ്പോണേ അല്ലെ. ചില ഉമ്മമാരൊക്കെ കരഞ്ഞിട്ട് പറയാറുണ്ട്, ഉസ്താദേ
എന്റെ മകനിക്ക് അപസ്മാരം, ദുആ ചെയ്യണം. എത്രയോ സഹോദരിമാരെ കല്യാണം പോലും നടക്കാത്തുണ്ട് അപസ്മാരം കാരണം. അല്ലാഹുവേ, അങ്ങനെയുള്ള മാരകമാകുന്ന രോഗത്തെ തൊട്ട്, മറ്റുള്ളവര് കളിയാക്കുന്ന രോഗത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ, കാത്തിരക്ഷിക്കണേ അല്ലാ. കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. നബി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ഒരു സഹോദരി പറഞ്ഞു, നബിയേ, അപസ്മാരമാണ് നബിയേ, അങ്ങ് ഈ രോഗം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അല്ലെ, ഇപ്പൊ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടെങ്കിൽ, ലിവർ രോഗമുണ്ടെങ്കിൽ, ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പള്ളി പണിയണ സമയത്ത് എന്ത് ചെയ്യും, ചില ആളുകളൊക്കെ സദഖ കൊടുത്തിട്ട് പറയും, ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയണം, ക്യാൻസറാ, ഇതൊന്നും മാറി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയും. പറയൂലേ? പറയും. എന്ന് പറഞ്ഞതുപോലെ നബി തങ്ങളോട് ഈ പെൺകുട്ടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അപസ്മാരമാ, ഈ രോഗം മാറണം നബിയെ, അങ്ങൊന്ന് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, ദുആ ചെയ്യൂല, ദുആ ചെയ്യൂല. ഈ രോഗം നിനക്ക് കടന്നു വന്നിട്ട് നീ എങ്ങാനും ക്ഷമിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, സ്വർഗ്ഗമുണ്ട് മോളെ, പ്രതിഫലമുണ്ട് മോളെ. ഈ രോഗം കടന്നു വന്നിട്ട് ക്ഷമിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, സ്വർഗ്ഗമാ, പ്രതിഫലമാ. കടന്നു വന്നിട്ട് ഈ രോഗത്തിനെങ്ങാനും ക്ഷമിച്ചു കഴിഞ്ഞാൽ നിനക്കതിനുള്ള പ്രതിഫലം നാളെ അൽഹംദുലില്ലാഹ് സ്വർഗ്ഗം തരുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? അപ്പോ നിങ്ങളൊക്കെ വിചാരിക്കണം, ഉസ്താദേ, ഞങ്ങൾക്കാർക്കും ക്യാൻസർ വരൂല, ഞങ്ങൾക്കാർക്കും ക്യാൻസർ വരൂല ഉസ്താദേ, ഞങ്ങൾക്കാർക്കും ബ്രെയിൻ ട്യൂമർ വരൂല ഉസ്താദേ എന്നാണ് ചിന്തിക്കണതെങ്കിൽ എഴുതി വെച്ചോ, ആർക്കും ഏത് സമയത്തും മാരകമാകുന്ന രോഗങ്ങൾ വരാം. ഇപ്പോ ഇവിടെ ഷിഫ റിലീഫ് സെൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ പാലോട്ട് പള്ളിയുടെ കമ്മിറ്റിയുടെ കീഴിൽ കിറ്റ് കൊടുത്തു, അല്ലെ? കിറ്റ് കൊടുത്തു. അതിലേക്ക് കിറ്റ് കൊടുത്തവരുണ്ടാകും, കിറ്റ് കൊടുത്തപ്പോ അതിനെ കുറ്റം പറഞ്ഞവരുണ്ടാകും. എന്തിനാ കിറ്റ് കൊടുക്കണേ, എന്തിനാ അത് ചെയ്യണേ, ഇത് ചെയ്യണേ എന്ന് പറഞ്ഞ് നടക്കണവരുണ്ടാകും. ഉണ്ടാക്കിയ പൈസ മുഴുവനും ഖബറിലേക്ക് കൊണ്ടുപോകാമെന്ന് നെയ്യത്തെങ്കിൽ അല്ല മോനെ, കൊണ്ടുപോകൂല. ഈ ഉണ്ടാക്കിയ പൈസയൊക്കെ ഒരു ചെറിയൊരു അസുഖം വന്നാലും മതി, അതോടുകൂടി തീരാം. അപ്പൊ എന്റെ വാപ്പയുടെ ജ്യേഷ്ഠനുണ്ട്, KCBയിൽ ഓവർസിയർ ആയിരുന്നു. ഓവർസിയർ ആയിട്ട് റിട്ടയർഡ് ആയതിനു ശേഷം PF മറ്റു ഫണ്ടൊക്കെ അക്കൗണ്ടിൽ കയറി ഒരാഴ്ചക്ക് ശേഷം വീടിന്റെ പണി തുടങ്ങി. രണ്ടാമത്തെ നിലയുടെ പണി നടക്കുമ്പോ വീടിന്റെ മുകളിൽ കയറിയിട്ട് വീടിങ്ങനെ നനച്ചതാ. രാവിലെ സുബഹി കഴിഞ്ഞിട്ട് ഞാനുമായിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ച് വീട്ടിൽ വന്ന് വീടിന്റെ മുകളിൽ ഇങ്ങനെ നനച്ച സമയത്ത് ഏണി ഒന്ന് തെന്നിപ്പോയി, നേരെ താഴത്തേക്ക് വീണു, തലയടിച്ചു, ബ്ലഡ് കോട്ടായി, 35 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. ഈ കിട്ടിയ PF-ഉം സൂക്ഷിച്ചിരുന്ന പൈസ മുഴുവനും ഏകദേശം 38 ലക്ഷം രൂപ എറണാകുളം ജില്ലയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വന്നു. എന്താ പറയണേ, പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് രോഗം വന്നാൽ തീരാന്നേ ഉള്ളൂ. അപ്പൊ ഞാന് എറണാകുളത്ത് ജോലി ചെയ്യുമ്പോ എന്റെ പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് എപ്പോഴും ചിരിക്കുന്ന ഒരു സഹോദരൻ, പള്ളിയിൽ കയറൂല, മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തിയിട്ട്, എന്നെ കണ്ട ഇങ്ങനെ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും. 2 മക്കൾക്ക് ഓട്ടിസമാ. അല്ലാഹുവേ, ഒരു ദിവസം ഞാന് ഖുതുബക്ക് കയറാൻ പോകുമ്പോ എന്നോട് അവിടുത്തെ പള്ളിയുടെ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് ചിരിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടല്ലോ, അവനൊരു ചുമ വന്നു ഉസ്താദേ, കൊണ്ടുപോയി കാണിക്കുമ്പോ, ആസ്റ്ററിൽ കൊണ്ട് കാണിക്കുമ്പോ ക്യാൻസർ ആണ് ഉസ്താദേ. അങ്ങനെ 7 ദിവസമാണ് അദ്ദേഹം ജീവിച്ചത്. ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാതിരാത്രിയില് പള്ളിയുടെ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, അദ്ദേഹം മരണപ്പെട്ടു. ക്യാൻസർ എന്ന മഹാമാരി കാർന്ന് തിന്നിട്ട് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ, അല്ലാഹു നരകം ഹറാമാക്കട്ടെ. 25 വയസ്സുള്ള ഒരു പൊന്നുമോനുമുണ്ട്, 28 വയസ്സുള്ള ഒരു പൊന്നുമോളുമുണ്ട്. 2 പേർക്കും ഓട്ടിസം. അതാ പറയണേ, ഏത് സമയത്തും അസുഖം വരാം. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, അപസ്മാരമാ, അങ്ങൊന്ന് ദുആ ചെയ്യണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, മോളെ, ഞാൻ ദുആ ചെയ്താൽ നിനക്ക് അസുഖം മാറും, പക്ഷേ നിനക്ക് സ്വർഗ്ഗം വേണോ, നിനക്ക് ക്ഷമിക്കണമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളോടാ പെണ്ണ് പറയുകയാ, യാ റസൂലല്ലാഹ്,
എനിക്ക് അപസ്മാരം വരുമ്പോ, എനിക്ക് രോഗം വരുമ്പോ എന്റെ ഔറത്തുണ്ടല്ലോ വെളിവാകും നബിയേ, പരസ്യമാകും നബിയേ. ഞാനതാ ചന്തയിലൂടെ കടന്നു പോകുമ്പോ, ഞാനതാ നാട്ടിലൂടെ കടന്നു പോകുമ്പോ എനിക്ക് അപസ്മാരം വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ താഴത്തേക്ക് കടന്നു വരികയാ, ഞാനിങ്ങനെ വീഴുകയാ, ബോധമുണ്ടല്ലോ നഷ്ടപ്പെടുകയാ. ആ സമയത്തിന്റെ ഔറത്തുണ്ടല്ലോ വെളിവാകുകയാ. അന്യ പുരുഷന്മാര്, അന്യജനങ്ങള് എന്റെ ഔറത്ത് കാണുന്നുണ്ടല്ലോ നബിയേ. അത് ഈ രോഗം കാരണമാണ്. എനിക്ക് ഈ രോഗം മാറണ്ട, എന്റെ വസ്ത്രം മാറുന്ന അവസ്ഥയുണ്ടല്ലോ, എനിക്കൊന്ന് മാറ്റി തരുമോ? അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാ, ഈ പാവപ്പെട്ട സാധുവായ സഹോദരിക്ക് അല്ലാഹുവേ അപസ്മാരമെന്ന് പറയുന്ന രോഗം വരുമ്പോ ഔറത്ത് വെളിവാകും അല്ലാ, മാറ്റി കൊടുക്കണേ അല്ലാ, മാറ്റി കൊടുക്കണേ അല്ലാ. ആദരവാകുന്ന പ്രവാചകനതാ ദുആ ചെയ്യുകയാ. റസൂലുള്ള ദുആ ചെയ്തു, ഹബീബ് ദുആ ചെയ്തു. റസൂലുള്ള ദുആ ചെയ്തതിന് ശേഷമുണ്ടല്ലോ അല്ലാഹുവേ മരിക്കുന്നത് വരെ ആ സഹോദരിയുടെ ഔറത്തുണ്ടല്ലോ വെളിവായിട്ടില്ല, ഒരാളും കണ്ടില്ല. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു, നബിയേ എന്റെ രോഗം മാറണ്ട, എനിക്ക് അതിന് പകരം സ്വർഗ്ഗം മതി, പക്ഷേ എനിക്ക് അപസ്മാരം വരുമ്പോ എന്റെ ഔറത്ത് വെളിവാകാറുണ്ട് നബിയേ, ആ ഒരു സംഭവം മാത്രം എനിക്കൊന്ന് മാറ്റി തരണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹു ആ പെൺകുട്ടിയുടെ അപസ്മാരം എന്ന് പറയുന്ന രോഗം മാറ്റി കൊടുത്തില്ല. ആ സഹോദരിയുടെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഔറത്ത് മാറുന്ന ആ ഒരു അവസ്ഥ അല്ലാഹു മാറ്റി കൊടുത്തെന്ന് പറയുമ്പോ ആ സഹോദരിക്ക് രോഗം വന്നിട്ടാണ് ഔറത്ത് വെളിവായത്. നമ്മളൊക്കെ മനഃപൂർവ്വം ഔറത്ത് വെളിവാക്കുന്നവരാ, ഒരിക്കലും പാടില്ല. ഔറത്ത് വെളിവാക്കാതെ ഔറത്ത് മറച്ചുകൊണ്ട്, ശരീരം മറച്ചുകൊണ്ട് വൃത്തിയായിട്ട് ആരെങ്കിലും ഒരാൾ അവരുടെ വസ്ത്രധാരണം ശ്രദ്ധിച്ചാൽ അവർക്ക് കരുണയുടെ നോട്ടമുണ്ട്, കരുണ ലഭിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യാ, അല്ലാഹുവിന്റെ കരുണ ലഭിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറയാ, സ്നേഹത്തോടു കൂടി ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു റമദാൻ മാസമായി ഞാനും നിങ്ങളും മാറ്റണം. അതിന് അൽഹംദുലില്ലാ ഒരുപാട് കഷ്ടപ്പെടണം, ഒരുപാട് യാതനകൾ സഹിക്കണം, ഒരുപാട് വേദനകൾ സഹിക്കണം. അതെല്ലാം അൽഹംദുലില്ലാ ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പാവങ്ങളെ സഹായിക്കുക, നോമ്പ് തുറപ്പിക്കുക. പള്ളിയിൽ നോമ്പ് തുറയുണ്ട്, അവിടെ നോമ്പ് തുറപ്പിക്കാൻ പറ്റിയാൽ അവിടെ നോമ്പ് തുറപ്പിക്കുക. വീടുകളിൽ നോമ്പ് തുറപ്പിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവിടെ നോമ്പ് തുറപ്പിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയാ, ഒരുപാട് നന്മകൾ, സദഖകൾ ചെയ്ത് അൽഹംദുലില്ലാ ഈ റമദാൻ അൽഹംദുലില്ലാ മുൻപോട്ട് കൊണ്ടുവരിക. പ്രത്യേകിച്ച് അൽഹംദുലില്ലാ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ അൽഹംദുലില്ലാ നമ്മുടെ പാലോട്ട് പള്ളി മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ ഷിഫ റിലീഫ് സെൽ എന്ന് പറയുന്ന ആ ഒരു സെല്ലിന്റെ കീഴിൽ അൽഹംദുലില്ലാ നമ്മുടെ ഈ നാട്ടിൽ അൽഹംദുലില്ലാ കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അതിൽ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഒക്കെ പങ്കെടുക്കാനുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക. അല്ലെ, ഏകദേശം 200 കിറ്റോളം അല്ലെ, 290ഓളം കിറ്റ് അൽഹംദുലില്ലാ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ത് ചെയ്യുക, അത് കൊടുക്കുക. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഒരു കിറ്റെങ്കിൽ ഒരു കിറ്റ്, 2 കിറ്റെങ്കിൽ 2 കിറ്റ്, 10 കിറ്റെങ്കിൽ 10 കിറ്റ്. ഉസ്താദെ ഞങ്ങൾക്ക് 50 കിറ്റ് കൊടുക്കാൻ കഴിയും ഉസ്താദെ, അങ്ങനെയെങ്കിൽ അങ്ങനെ അൽഹംദുലില്ലാ ഒരുമിച്ച് നിന്ന് അൽഹംദുലില്ലാ ഐക്യത്തോടു കൂടി കൊടുക്കുക. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹുവേ അഷ്ഫാ റിലീഫ് സെല്ലിലേക്ക് കിറ്റ് കൊടുത്ത ഒരുപാട് സാധുക്കളുണ്ട് റഹ്മാനെ, അവരെ മുഴുവനും നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, അവർ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്, നരകം നീ ഹറാമാക്കണേ അല്ലാഹ്. നാളെ ഇൻഷാ അല്ലാഹ് രാവിലെ 10 മണിക്ക് ക്ലാസ് ഉണ്ടാവും.
ആറ്റക്കോയ തങ്ങൾ ഇൻഷാ അല്ലാഹ് ക്ലാസ് എടുക്കാനുണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാ, എല്ലാവരും രാവിലെ 10 മണിക്ക് കൃത്യമായി കടന്നു വരിക. ഞാൻ ഉണ്ടാവില്ല, തങ്ങളുണ്ടാവും ഇൻഷാ അല്ലാഹ്. ആറ്റക്കോയ തങ്ങൾ ഇൻഷാ അല്ലാഹ് ക്ലാസ് എടുക്കാൻ വരും. അടുത്ത ആഴ്ച ഞാൻ തന്നെ ഉണ്ടാവും. നാളെ എനിക്ക് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല. നേരത്തെ കൊടുത്ത ഡേറ്റ് ആണ്. അപ്പൊ നാളെ എന്ത് ചെയ്യും, ആറ്റക്കോയ തങ്ങൾ ഇൻഷാ അല്ലാഹ് ക്ലാസ്സിന് വരും. അടുത്ത ആഴ്ചയൊക്കെ ഞാൻ ഉണ്ടാവും. നാളെ രാത്രിയിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ ഉണ്ടാവും. ഉസ്താദുമാരൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. സലാത്ത് വാർഷികമല്ല, സലാത്തിന്റെ മാസാന്തര സലാത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ തറാവീഹ് കഴിഞ്ഞിട്ട് ഒരു 10 മണിയാവൂലേ, തറാവി കഴിഞ്ഞ 9:45 ഇൻഷാ അല്ലാഹ് തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും നേരത്തെ വരിക. ചോറുണ്ടാവും, ചീരണി ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും നേരത്തെ കടന്നു വരിക. അൽഹംദുലില്ലാ റമളാനാണ്. ചിലപ്പോൾ അടുത്ത കൊല്ലം ഇതുപോലെ ഒരുമിച്ച് കൂടാൻ കഴിയില്ല. അതെല്ലാം ശ്രദ്ധിക്കുക. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, റഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ രാത്രി 9:45 അപ്പൊ എന്ത് ചെയ്യാ, അതെല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും 9:45 തന്നെ വീട്ടിൽ നിന്ന് തറാവീഹ് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യാ, നേരെ ഓടി പെട്ടെന്ന് എന്ത് കൊണ്ട് വരിക. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. രാവിലെ 10 മണിക്ക് ഇൻഷാ അല്ലാഹ് ആറ്റക്കോയ തങ്ങളുടെ ക്ലാസ് ഉണ്ടാവും. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ ഉണ്ടാവും. അപ്പൊ അല്ലാഹു പറഞ്ഞ കാര്യങ്ങളും എല്ലാം അല്ലാഹു ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒരു 13 തവണ ഇൻഷാ അല്ലാഹ് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞ് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. നമ്മുടെ ഹിഫ്ള് കോളേജ് ഇന്ന് മുതൽ അൽഹംദുലില്ലാഹ് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് നോമ്പ് തുറക്കാനല്ലേ, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് പലഹാരങ്ങൾ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടത്തേക്ക് എത്തിക്കുക. അല്ലാഹു മക്കളെ അല്ലാഹു ഹാഫിളീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, ആലിമീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, اللهم ارحمني يا ارحم الراحمين، 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 اللهم ارحمني يا ارحم الراحمين. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് റമളാനാണ്, പരിശുദ്ധമാക്കപ്പെട്ട തറാവീഹ് നമസ്കാരമൊക്കെ എന്ത് ചെയ്യാം, കൃത്യമായി നമസ്കരിക്കുക. അതിനൊക്കെ ഒരുപാട് പ്രതിഫലമുണ്ട്. ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട 6ാമത്തെ തറാവീഹാണ്. ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട 6ാമത്തെ തറാവീഹ് നിസ്കാരമാണ്. ഇന്നത്തെ തറാവീഹ് നമസ്കാരത്തിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട ബൈത്തുൽ മഅ്മൂർ തവാഫ് ചെയ്ത പ്രതിഫലവും സകല കല്ലുകളും മൺതരികളും 6ാമത്തെ ദിവസം തറാവീഹ് നിസ്കരിക്കുന്നവന് വേണ്ടി പുറത്തു കൊടുക്കുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അല്ലാഹു ഇന്നത്തെ ദിവസത്തെ തറാവീഹ് നമസ്കാരം പരിപൂർണമായി നമസ്കരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, ഓരോ ദിവസത്തിനും ഓരോ മഹത്വമുണ്ട്. ഉസ്താദേ, ഞങ്ങള് നോമ്പൊക്കെ തുറക്കാൻ വേണ്ടി സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ക്ഷണിച്ചിരിക്കും ഉസ്താദേ, അതുകൊണ്ട് ഞങ്ങൾ ഉടായിപ്പായിട്ട് നിസ്കരിക്കൂല്ലോ ഉസ്താദേ എന്ന് വെച്ച് എന്ത് നിയ്യത്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യാം, ഇനിയിപ്പോ ഉടനെ നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നോമ്പൊക്കെ തുറന്ന് പാത്രമൊക്കെ കഴുകി കുറച്ചു നേരമൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, തറാവീഹ് നിസ്കാരം ഒഴിവാക്കാതിരിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നാളെ രാവിലെ 10 മണിക്ക് ക്ലാസ്, രാത്രി 10 മണിക്ക് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും, സലാത്ത് ഉണ്ടാവും. 9:45 സലാത്ത് ഉണ്ടാവും, ചീരണിയും ചോറും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്ത് എല്ലാവരും വരിക. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്
മുഹമ്മദ്. റഹ്മ റഹീമായ അല്ലാഹ്, കരുണയുള്ള അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, ഗഫാറായ അല്ലാഹ്, സത്താറായ അല്ലാഹ്, ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വലാത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. ദിക്റുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. ഖുർആനുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. നസീഹത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. അതെല്ലാം ഹബീബിന്റെ ചാരത്തേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ്. മദദ് നൽകണേ അല്ലാഹ്. തിരുനോട്ടം നൽകണേ അല്ലാഹ്. മൺമറഞ്ഞുപോയ കുടുംബാദികൾ, മാതാപിതാക്കൾ, ഉസ്താദന്മാര്, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന സാധുക്കളല്ലാഹ്, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. നരകം നീ ഹറാമാക്കണേ അല്ലാഹ്. നരകം നീ ഹറാമാക്കണേ അല്ലാഹ്. സദഖ കൊടുക്കുന്ന പാവങ്ങളുണ്ട് അല്ലാഹ്, അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഒരുപാട് തിന്മകൾ ചെയ്തു അല്ലാഹ്, നീ തൗബയായി കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് തെറ്റുകൾ ജീവിതത്തിന്റെ സാഹചര്യം മൂലം ചെയ്തു പോയി അല്ലാഹ്, അതെല്ലാം പൊറുക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ബക്കറ്റിലേക്ക് സദഖ കൊടുത്ത പാവങ്ങളുണ്ടല്ലാഹ്, രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്, പ്രതിസന്ധികൾ നൽകല്ലേ അല്ലാഹ്, പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ്, നൊമ്പരങ്ങൾ നൽകല്ലേ അല്ലാഹ്, കാലവിപത്തുകൾ നൽകല്ലേ അല്ലാഹ്. റമളാനിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ്, കരുണ നൽകണേ അല്ലാഹ്, മദദ് നൽകണേ അല്ലാഹ്, ഗുണങ്ങൾ നൽകണേ അല്ലാഹ്. ചീരണി കൊടുക്കുന്ന സാധുക്കളെ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, റിലീഫ് സെല്ലിലൂടെ കിറ്റ് കൊടുക്കുന്ന സാധുക്കളുണ്ടല്ലാഹ്, ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു ഗതികേട് കൊടുക്കല്ലേ അല്ലാഹ്. പ്രവാസികളുണ്ടല്ലാഹ്, നാട്ടുകാരുണ്ട് അല്ലാഹ്, അവർക്കെല്ലാവർക്കും നാദാ ഖൈറ് കൊടുക്കണേ അല്ലാഹ്, നിഅമത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അപകട മരണങ്ങൾ നൽകല്ലേ അല്ലാഹ്, ദുരിതങ്ങൾ നൽകല്ലേ അല്ലാഹ്, ദുരന്തങ്ങൾ നൽകല്ലേ അല്ലാഹ്, കാലവിപത്തുകൾ നൽകല്ലേ അല്ലാഹ്. ഈമാൻ തരണേ അല്ലാഹ്. ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെച്ച പാവങ്ങളുണ്ടല്ലാഹ്, ഉംറയ്ക്ക് വേണ്ടി നെയ്യത്ത് വെച്ച സാധുക്കളുണ്ടല്ലാഹ്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യുവാൻ സൗഭാഗ്യം തരണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു ഗതികേട് വരുത്തല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മയ്യത്ത് മക്കളുടെ മുമ്പിലേക്ക് കൊണ്ടു ചെല്ലുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. ഈമാൻ തരണേ അല്ലാഹ്. കീറി മുറിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. സദഖയുടെ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഖത്മുൽ ഖുർആനിന്റെ പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ സാധുക്കളാകുന്ന സഹോദരന്മാർ, സാധുക്കളാകുന്ന സഹോദരിമാർ സർവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ്. ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്‌ലിസാക്കല്ല അല്ലാഹ്. ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്‌ലിസാണെങ്കിലും ഇത് ഞങ്ങളുടെ തൗബയായി കബൂലാക്കണേ അല്ലാഹ്. ഇത് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസമാണ്. റമളാൻ അനുകൂലമാക്കണേ അല്ലാഹ്. റമളാൻ പ്രതികൂലമാക്കല്ലേ അല്ലാഹ്. റമളാനിൽ നോമ്പ് നോറ്റാൻ സൗഭാഗ്യം തരണേ അല്ലാഹ്. രോഗങ്ങൾ നൽകി ഈ റമളാൻ ഞങ്ങളിൽ നിന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. നോമ്പ് പിടിക്കാത്തൊരവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. രോഗങ്ങൾ നൽകി റമളാനിൽ നോമ്പ് നോറ്റാതിരിക്കാനുള്ള രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, നോമ്പ് തുറപ്പിക്കുന്നവരെ കബൂലാക്കണേ അല്ലാഹ്. ഇഫ്താർ കൊടുക്കുന്നവരെ കബൂലാക്കണേ അല്ലാഹ്. തറാവീഹ് നിസ്കരിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ്. ലൈവിലൂടെ വഅദ് കേട്ടവര്, ഇവിടെ ഇരുന്നു കൊണ്ട് വഅദ് കേട്ടവര് സർവരെയും നാദാ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. اللهم إنا نسألك بحق سيدنا مصطفى محمد وآل سيدنا محمد وصحاب سيدنا محمد وأولاد سيدنا محمد. അല്ലാഹുവേ, ഇന്നലെ രാത്രി തളിപ്പറമ്പിലെ പന്നിയൂരിൽ നിന്ന് മരണപ്പെട്ടുപോയ NUB മുഹമ്മദ് എന്ന സഹോദരൻ
സഹോദരന് വേണ്ടി അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ, പടച്ചവനെ നരകം ഹറാമാക്കണേ അല്ലാ, പടച്ചവനെ പാലോട്ട് പള്ളിയുടെ പരിസരത്ത് നിന്ന് വിട പറഞ്ഞു പോയ സാധുക്കളാകുന്ന സഹോദര സഹോദരിമാര് നാദാ ഖബർ വിശാലമാക്കണേ അല്ലാ, ഇവിടെ ഒരുമിച്ച് കൂടിയ സാധുക്കളാകുന്ന സഹോദരിമാര് ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്ലിസാക്കല്ല അല്ലാ, ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ, ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ്.